അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ കുരിശ് ഉയർത്തി പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിശ്വാസത്തിൻ്റെ സേവ ഉയർത്തിക്കൊണ്ട് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങയുടെ മക്കളെ ആശങ്കയോടെ കാണുന്ന ഓരോ വിഷയങ്ങളിലും കർത്താവിൻ്റെ ചൈതന്യം തുളുമ്പട്ടെ. ഇന്ന് അങ്ങയുടെ മക്കൾ യാത്ര പോകുമ്പോൾ പേടിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മേലും കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിൽ പോണവരുണ്ട്, ക്രയവിക്രയങ്ങൾക്ക് പോണവരുണ്ട്,
വിവാഹ കാര്യങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ ഓരോരോ ബിസിനസ്സിന് പോകുന്നവരുണ്ട്. കർത്താവ് അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളും കർത്താവിനെ നയിക്കപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നീ നിൻ്റെ ഉദ്യമങ്ങൾ, യാത്രകൾ, നിൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള നിൻ്റെ ഒരു യാത്രകൾ, തീരുമാനങ്ങൾ എല്ലാം കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവ് അങ്ങയുടെ മക്കൾക്ക് ഉടമ്പടി പ്രകാരം ജീവിക്കുന്നവർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്യിക്കുന്ന കമ്മ്യൂണിക്കേഷൻ പ്രസൻസും അനുഭവവേദ്യമാക്കുന്നത് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ആധ്യാത്മിക അനുഭവങ്ങളിലൂടെ വലിയ സുവിശേഷ സാക്ഷ്യം ഉണ്ടാകാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ വീണ്ടും നീ ഇന്ന് രാത്രി വിശ്രമിക്കാൻ തിരിച്ചു വരുന്നവരെ കർത്താവിൻ്റെ ചൈതന്യം നിന്നെ ആവസിക്കട്ടെ, നിന്നെ സംരക്ഷിക്കട്ടെ. അമ്മ പരിശുദ്ധമ്മ ദേവമാതാവ് തൻ്റെ നീലമേലങ്കിയാൽ നിന്നെ പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ. നമ്മൾ ക്രിസ്തുവിനെക്കുറിച്ച് ഉള്ള രൂഢമൂലമായ അറിവെന്ന് പറയുന്നത് നിത്യതയുമായി ബന്ധപ്പെടുത്തിയാണ് അറിയേണ്ടത്. അതാണ് ഏകസത്യമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ്. നിത്യജീവൻ പെർസ്പെക്റ്റീവിലെ അടിസ്ഥാനത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് അറിയണം. ഇപ്പം സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് ക്രിസ്തുവിനെക്കുറിച്ച് അതിൻ്റെ കാര്യമില്ല. ഒരു മനുഷ്യ സ്നേഹിയായിട്ട് ക്രിസ്തുവിനെക്കുറിച്ച് അതിൻ്റെ കാര്യമില്ല. ഒരു ലോക ഗുരുവായിട്ട് ക്രിസ്തുവിനെക്കുറിച്ച് അതിൻ്റെ കാര്യമില്ല. അങ്ങനെ ഒത്തിരി പേര് ക്രിസ്തുവിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ബട്ട് ഹു ഡു യു സേ ദാറ്റ് ഐ ആം? അതാണ് വലിയ ചോദ്യമാണത്. മത്തായി 16:15 അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പം ശിമയോൻ പത്രോസാണ് മറുപടി പറയണത്. എന്താ പറയണത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അതാണ് സംഭവം. നീ ജീവനുള്ള ദൈവങ്ങളെ പലതായിട്ട് തിരിക്കുകയാണ് പത്രോസ്, ജീവനുള്ളതും ഇല്ലാത്തതുമായിട്ട്. എന്താ പറയണത്? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ആരാണ്? മിശിഹായാണെന്ന്, രക്ഷകനാണെന്നാണ് പറയണത്. അപ്പം നിത്യതയുമായി ബന്ധപ്പെട്ട് ക്രിസ്തുവിനെ അറിയണത് നിത്യരക്ഷകനായിട്ടാണ്. നിത്യതയുടെ നമുക്ക് നേടിത്തന്ന പാപപരിഹാര ബലിയായ മിശിഹായായിട്ടാണ് അറിയണത്. ആ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് ക്രിസ്തു നേടിയത് രക്ഷ നമുക്ക് അവകാശമാകുന്നത്. അത് എന്താണ്? അടിസ്ഥാനപരമായിട്ട് എന്താണ്? പാപപരിഹാരം തന്നെയാണ് വരുന്നത്. വിശുദ്ധിയില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ബാക്കി ക്രിസ്തുവിൻ്റെ എല്ലാവർക്കും സമ്മതിക്കാൻ പറ്റും. പക്ഷെ വിശുദ്ധിയുടെ കാര്യം വരുമ്പോൾ എല്ലാവരും പഠിക്കും. കാർലോ അക്വിറ്റസിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചില്ല. എന്തുകൊണ്ടാണ്? സഭയ്ക്ക് മാത്രമേ ഈ ലോകത്ത് വിശുദ്ധിയെ പ്രഖ്യാപിക്കാൻ പറ്റത്തുള്ളൂ. വേറെ ഒരു സമൂഹത്തിലും സമുദായത്തിലും അങ്ങനെ ഒരു സംഭവം നിലവിലില്ല. ഇത് ആദ്യകാലം മുതലേ നിലനിൽക്കുന്നതാണ്. വിശുദ്ധിക്ക് വേണ്ടിയാണ് സഭയിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ടെങ്കിലും സഭയുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ്? വിശുദ്ധിയാണ്. അല്ലാതെ വേറെ സാമൂഹ്യ പ്രവർത്തനവും കാര്യങ്ങളൊന്നുമല്ല. അതൊക്കെ ഇതിൻ്റെ കൂടെ വരുന്നതാണ്. സാംസ്കാരിക പ്രവർത്തനമൊക്കെ അതൊക്കെ അനുബന്ധമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. എണ്ണ ശുദ്ധീകരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഏവിയേഷൻ ഓയിൽ ഉണ്ടാക്കാനും ഡീസലും പെട്രോൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്, അല്ലേ? ഇപ്പോൾ ബാക്കി ബൈ പ്രോഡക്ട്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ വരും. ഇപ്പോൾ ക്രിസ്തുവിനെ പല ആൾക്കാരും ബൈ പ്രോഡക്ട്സുകളൊക്കെ പേരിലാണ് ക്രിസ്തുവിനെ ബ്രാൻഡ് ചെയ്യണത്. ഗുരുവാണ്, സാമൂഹിക പരിഷ്കർത്താവാണ്, വിപ്ലവകാരിയാണ്. അണ്ണന്മാരങ്ങനെ പല കാര്യവും പറയും. ബേസിക്കായിട്ട് ക്രിസ്തുവാരാണ്? പാപപരിഹാരകനാണ്. എൻ്റെ പാപത്തിന് ഞാൻ മരിക്കേണ്ടതിന് പകരമായിട്ട് എനിക്ക് പകരക്കാരനായിട്ട് പാപങ്ങൾ ഏറ്റെടുത്തവനാണ്.
അവൻ്റെ ഏറ്റെടുപ്പിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ അവൻ നേടിയെടുത്ത രക്ഷ എൻ്റെ സ്വന്തമാകുകയും ഞാൻ നിത്യത അനുഭവിക്കുകയും ചെയ്യും. തന്നെ ഈ ആൾത്താരിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം നൽകിയ ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2023 ജനുവരി 4-ാം തീയതിയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദർ പറഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പ് ഞാൻ കൃപാസനത്തിൽ വന്നിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഫാദർ പറഞ്ഞതനുസരിച്ച് ഞാൻ കൃപാസനത്തിൽ വന്നു, ഉടമ്പടി എടുത്തു. അന്നപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് 6 കാര്യങ്ങൾ എഴുതണം, നിയോഗങ്ങളൊക്കെ വെക്കണം എന്ന്. അങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും ഒന്നാമതായി വെക്കാനുണ്ടായിരുന്ന ഒരു കാര്യം, എന്നെ ഏറ്റവും വലിയ എൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത്, എനിക്ക് 5 വർഷമായിട്ട് വിട്ടുമാറാത്ത ഒരു തലകറക്കവും തലവേദനയും ഉണ്ടായിരുന്നു. 2018 തുടങ്ങിയ എൻ്റെ തലകറക്കം 2022 വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ വർഷവും ഈ തലകറക്കം വരുമ്പോൾ അന്ന് ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, എന്നെ വളരെയധികം ബാധിക്കുന്നുണ്ടായിരുന്നു. അതായത് എനിക്ക് എന്നിട്ട് ഓരോ പ്രാവശ്യം തലവേദന വരുമ്പോൾ ഞാൻ ഓരോ ഡോക്ടർമാരെ കാണിക്കും. അപ്പോൾ ഓരോരുത്തർ പറഞ്ഞു വെർട്ടിഗയാണ്, ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലമാണ്, ന്യൂറോ പറഞ്ഞു ഇത് വെസ്റ്റിബുലാറിൻ്റെ ഒരു പ്രോബ്ലമാണ്, ഇത് മരുന്ന് കൊണ്ടൊന്നും മാറത്തില്ല, ചില എക്സസൈസൊക്കെ ചെയ്താലേ മാറത്തുള്ളൂ, പൂർണ്ണമായും മാറാൻ പറ്റത്തില്ല, അത് ഓരോ വർഷവും ഇങ്ങനെ ആ ഒരു സമയത്ത് വന്നുകൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറേ ടെസ്റ്റൊക്കെ ചെയ്തു. അന്നപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു നമുക്ക് MRI സ്കാൻ ചെയ്ത് നോക്കാം ബ്രെയിനിൻ്റെ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ട്യൂമറൊക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്ത് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അതോടുകൂടി ഞാൻ ആ 5 വർഷത്തെ ഒരു കൺസൾട്ടേഷൻ നിർത്തി കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്ത് എൻ്റെ ഒന്നാമത്തെ നിയോഗമായിട്ട് നിയോഗത്തിൽ വെച്ചു. അങ്ങനെ നിയോഗത്തിലൂടെ ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു, ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 90-ാം ദിവസമായപ്പോൾ എൻ്റെ ഉടമ്പടി പൂർത്തിയായി. അന്നപ്പോൾ ഞാനാണ് ഈ നിയോഗങ്ങൾ എടുത്ത് നോക്കുമ്പം പെട്ടെന്നാണ് ഞാൻ ഓർക്കുന്നത് എനിക്കിപ്പം തലവേദനയില്ല, തലകറക്കവും ഇല്ല. ആ 3 മാസം എനിക്ക് തലകറക്കം ഉണ്ടായിട്ടേ ഇല്ല. അത് കഴിഞ്ഞിപ്പം 2023 ഉടമ്പടി എടുത്ത് ഞാനിപ്പം 25ആയി, 2 വർഷം കഴിഞ്ഞു. ഇപ്പോഴും എനിക്ക് ആ പഴയ തലകറക്കോ തലവേദനയോ ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് പൂർണ്ണ സൗഖ്യം മാതാവ് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കാൻ വന്നു. അന്നപ്പോഴേക്കും ഞാൻ ഉടമ്പടിയിൽ ഏറ്റവും ആഗ്രഹിച്ച കാര്യം എനിക്കൊരു കുഞ്ഞ് വേണമെന്നായിരുന്നു. അപ്പം മക്കൾ ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് ദാനം തന്നെയാണ്. അപ്പോൾ ആ ദാനത്തിലൂടെ തന്നെ കിട്ടണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിച്ചു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പം ഞങ്ങൾ ഒരുമിച്ച് നേർച്ച വസ്തുക്കൾ വയറ്റിൽ ഉടമ്പടിത്തലം തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, ഉപ്പ് ഭക്ഷണത്തിൽ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അന്നപ്പം ഒരുപാട് താമസിക്കാൻ പാടില്ല, എനിക്ക് അപ്പത്തിന് റിസൾട്ട് കിട്ടണം നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം കുഞ്ഞിൻ്റെ കാര്യത്തൊക്കെ ഒരുപാട് ലേറ്റായി നമുക്ക് ടെൻഷൻ കൂടുകയേ ഉള്ളൂ. എനിക്ക് നന്നായിട്ട് ടെൻഷനുള്ള ഒരാളാണ് ഞാൻ. നിസ്സാര കാര്യത്തിൽ പോലും ഞാൻ ടെൻഷൻ അടിക്കും. അപ്പം ഞാൻ ഓഗസ്റ്റ് 13 ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ ഓഗസ്റ്റ് 13 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക, അന്ന് തന്നെ നീ എനിക്കൊരു കുഞ്ഞിനെ തരണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ ഓഗസ്റ്റ് മാസം മുഴുവൻ, ജൂലൈ പകുതി മുതൽ ഓഗസ്റ്റ് 13 വരെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ശക്തമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഓഗസ്റ്റ് 13 ആയപ്പം എനിക്ക് തോന്നി പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാമെന്ന്. ഞാനങ്ങനെ ടെസ്റ്റ് ചെയ്തു, എൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി. ഡോക്ടറെ കാണിച്ചപ്പോൾ തന്നെ ആ പ്രഗ്നൻസിയുടെ കാർഡ് കാണിച്ചപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഹെൽത്തി ബേബിയാന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എനിക്ക് ദൈവം ദാനമായി തന്ന കുഞ്ഞാണ്, അങ്ങനെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഒരു കുഴപ്പമില്ലാതെ പ്രഗ്നൻസി മുന്നോട്ട് പോയി. ഇടയ്ക്ക് 7-ാം മാസത്തെ സ്കാൻ ചെയ്തപ്പം പൊക്കിൽ കൂടി കുഞ്ഞിൻ്റെ കഴുത്തെ കുടുങ്ങി. പക്ഷേ എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ കൂളായിട്ട് തന്നെ പോയി. അത് കഴിഞ്ഞ് എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഭയങ്കര കൂടുതലായിട്ട്, ടാബ്ലറ്റ് കൊണ്ടൊന്നും മാറത്തില്ല, അഡ്മിറ്റ് ആവണം, IV സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. അപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ഞാൻ ഓർത്തു ഒരു കുഴപ്പം ഉണ്ടാവില്ല കുഞ്ഞിനെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് അഡ്മിറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. തലേദിവസം എനിക്ക് ടെസ്റ്റ് ചെയ്തപ്പം എല്ലാം അതിൻ്റെ അകത്ത് യൂറിനറി ഇൻഫെക്ഷൻ ഭയങ്കര ഹൈ ആയിട്ടാണ് കാണിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ ഇന്നും കൂടെ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്തു. ഒരു ദിവസം കൊണ്ട് ഞാൻ ആ അരമണിക്കൂർ റിസൾട്ട് വരാൻ താമസിച്ചു. ആ അരമണിക്കൂർ കൊണ്ട് ഞാൻ അവിടെ നിന്ന് വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മാറി മാറി ചൊല്ലിക്കൊണ്ടിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞ് റിസൾട്ട് വന്നു. തലേ ദിവസം ഹൈ ഇൻഫെക്ഷനായിരുന്നു എനിക്ക്. ആ അരമണിക്കൂർ കൊണ്ട് എൻ്റെ റിസൾട്ട് നെഗറ്റീവായി. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലല്ലോ, ഇപ്പോൾ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അത് ഞാൻ പ്രാർത്ഥിച്ച് മാതാവ് എനിക്ക് തന്ന അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അതും പോയി. അത് കഴിഞ്ഞ് ഒരു കുഴപ്പമില്ലാതെ എനിക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. സാധാരണ ലേബർ പെയിൻ എന്നൊക്കെ പറഞ്ഞാൽ 8-10 മണിക്കൂറൊക്കെ നിൽക്കും. എനിക്ക് വെറും 3 മണിക്കൂർ എടുത്തുള്ളൂ. ഡോക്ടറോട് ഞാൻ ആദ്യമേ തന്നെ ചോദിച്ചു എത്ര നേരം എടുക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആദ്യത്തെ അല്ലേ, അപ്പം ഒരു 8-9 മണിക്കൂറൊക്കെ എടുക്കും. അപ്പം എനിക്ക് ആകെപ്പാടങ്ങ് പേടിയായി. കാരണം എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് ആകെപ്പാടെ പെയിൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പ്രസവിച്ച എല്ലാവർക്കും അറിയാം നമുക്കളെക്കുറിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വേദന വന്നു പോയി നിൽക്കണം. എനിക്ക് ആ സമയത്ത് എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. ഞാൻ ഈശോയെ മാതാവേ എന്നാണ് മാറി മാറി വിളിച്ചുകൊണ്ടിരുന്നത്. വെറും 3 മണിക്കൂറേ എടുത്തുള്ളൂ. 3 മണിക്കൂർ കൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു കുഞ്ഞിനെ ദൈവം തന്നു, ഒരു കുഴപ്പവും കൂടാതെ.
അത് കഴിഞ്ഞ് കുഞ്ഞ് ജനിച്ചു. അത് കഴിഞ്ഞ് ഓരോ ദിവസം കഴിയുന്തോറും കുഞ്ഞിൻ്റെ വെയിറ്റ് കുറഞ്ഞു വന്നു. ഡോക്ടർ പറഞ്ഞു സാധാരണ മാക്സിമം നമുക്ക് ബർത്ത് വെയിറ്റ് 10% മാത്രമേ കുറവ് ആകാൻ പാടുള്ളൂ. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും ഞങ്ങളുടെ കുഞ്ഞിൻ്റെ വെയിറ്റ് കുറഞ്ഞ് ലാസ്റ്റ് 16%. ഡോക്ടർ പറഞ്ഞു പുറമേ നിന്ന് കാണുമ്പോൾ ഒന്നും തോന്നുന്നില്ല, ലിവറിനും കിഡ്നിക്കും നമുക്കൊരു ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ആകെപ്പാടങ്ങ് സങ്കടമായി. ഞാൻ ആരോടും ഷെയർ ചെയ്തില്ല, എൻ്റെ അമ്മയോട് മാത്രം പറഞ്ഞു. എന്നിട്ട് 5 ദിവസമായിട്ടും കുഞ്ഞിൻ്റെ വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞു വരുന്നു. 5-ാമത്തെ ദിവസം രാവിലെ നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ വെയിറ്റ് വീണ്ടും 20 ഗ്രാം താഴോട്ടാണ് വന്നത്. അന്നപ്പോൾ ഞാനാണെങ്കിൽ രാവിലെ തൊട്ട് ഉച്ച വരെ ഇരുന്ന് പ്രത്യക്ഷ പ്രാർത്ഥന വിശ്വാസപ്പെടണം, വേറെ ഒന്നും ചെല്ലുന്നില്ല. ഇത് മാത്രം മാറി ചെല്ലിക്കൊണ്ടേയിരുന്നു. ലാസ്റ്റ് ഉച്ചയ്ക്ക് ഡോക്ടർ വന്നു. സാധാരണ ഉച്ചയ്ക്ക് വെയിറ്റ് ഒന്നും നോക്കത്തില്ല, പിറ്റേ ദിവസം രാവിലെ നോക്കത്തുള്ളൂ. അപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഡോക്ടർ കുഞ്ഞിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു രാവിലെ നോക്കിയതല്ലേ, കുറവല്ലേ കാണിക്കുന്നത്, നാളെ നോക്കാം. ഞാൻ പറഞ്ഞു അല്ല ഡോക്ടർ, ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു. ആ 5 ദിവസം കൊണ്ട് വെയിറ്റ് കുറഞ്ഞു വരുന്ന കുഞ്ഞ് ആ 5 മണിക്കൂർ കൊണ്ട് ഉച്ചയ്ക്ക് വെയിറ്റ് നോക്കുമ്പോൾ 20 ഗ്രാം കൂടിയതായിട്ട് കണ്ടു. എനിക്കറിയത്തില്ല എങ്ങനെയാണ്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു പെട്ടെന്ന് തന്നെ പറ്റി. ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു, അത്രമാത്രം ചെയ്തുള്ളൂ എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, കൂടുന്നുണ്ടല്ലോ, ശരിയായിക്കോളും, ഡിസ്ചാർജ് ആക്കാമെന്ന് പറഞ്ഞു. 5 ദിവസം കൊണ്ട് 16% വെയിറ്റ് കുറഞ്ഞ കുഞ്ഞ് 5 മണിക്കൂർ കൊണ്ട് 20 ഗ്രാം കൂടിയത് എങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചു, അത് മാത്രമേ ചെയ്തുള്ളൂ. മാതാവ് എനിക്ക് തന്ന ഒരു അനുഗ്രഹമാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം കുഞ്ഞിന് 1.5 വയസ്സായി. ഇതുവരെ ഒരു കുഴപ്പവും, ചെറിയൊരു പനി പോലെയൊക്കെ വരാറില്ല, ചെറിയൊരു ജലദോഷമൊക്കെ വരും, അല്ലാണ്ട് ഒരാരോഗ്യ പ്രശ്നങ്ങളും ആ കുഞ്ഞിനില്ല. മാതാവ് അവളെ നന്നായി കാക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂന്നാമതായി എനിക്ക് പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യമാണ്. എൻ്റെ ഹസ്ബൻഡിന് നോർമലി ഹീമോഗ്ലോബിൻ്റെ അളവും ബിലിറുബിൻ്റെ അളവും ഭയങ്കര കൂടുതലാണ് കാണിക്കുക. അപ്പോൾ എപ്പോഴും അതിങ്ങനെ കൂടി നിൽക്കും. ഡോക്ടർ പറഞ്ഞു അതൊരു അസുഖമല്ല, അതൊരു കണ്ടീഷനാണ്, കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ മെഡിക്കലൊക്കെ വരുമ്പോൾ അതൊരു ചെറിയൊരു പ്രോബ്ലം ആയിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ 1 വർഷം മുമ്പ് ഹസ്ബൻഡിന് പുറത്തേക്ക് പോകാനുള്ളൊരു കാര്യം ശരിയായി. അപ്പം മെഡിക്കൽ എടുക്കണം. അപ്പം ഹസ്ബൻഡ് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എപ്പോഴും ഈ ഹീമോഗ്ലോബിനും ബിലിറുബിനും കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ പാസ്സാകാൻ പറ്റത്തില്ല. അപ്പോൾ ഹസ്ബൻഡിന് എല്ലാ ദിവസവും ടെൻഷൻ, ഫുൾ ടൈം വിളിച്ചോട് പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് പേടിയാ, മെഡിക്കൽ പാസ്സാവത്തില്ല, ഞാൻ പോണില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ പറയരുത്, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ഇത്രയെല്ലാം പ്രാർത്ഥിച്ച് മതം നമ്മുടെ തന്നു, അപ്പോൾ ഇതും അങ്ങനെ തന്നെ നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ പാസ്സാവാനായി ടെസ്റ്റ് ചെയ്യാനായിട്ട് ഓരോ സെൻറ്ററൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. ഞങ്ങൾക്ക് സെൻറ്റർ ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. അവസാനം ഒരു സെൻറ്റർ കിട്ടി, പക്ഷേ അത് അത്ര വലിയ നല്ല സെൻറ്ററൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ റേറ്റിംഗ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു, അവിടെ പാസ്സാവുന്ന ആൾക്കാരുടെ എണ്ണവും കുറവായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു അതൊന്നും ശരിയാവത്തില്ല, നമ്മൾ തോറ്റുപോകും, ഓൾറെഡി നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് അവിടെ തന്നെ പോകാം, ചിലപ്പം അവിടെ ചെന്ന് നമ്മൾ പാസ്സാവും, അത് നമുക്ക് സാക്ഷ്യം പറയാനുള്ളൊരു അവസരമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് അവിടെ പോയി മെഡിക്കൽ എടുത്തു. 3 മണിക്കൂർ കഴിഞ്ഞ് റിസൾട്ട് വന്നു. ഒരു കുഴപ്പമില്ല. അത്രയും നാൾ ഹീമോഗ്ലോബിനും ബിലിറുബിൻ്റെയും അളവൊക്കെ ഏറ്റവും ഹൈ ആയിരുന്ന ആൾക്ക് ആ മെഡിക്കൽ നോർമലായി, അളവൊക്കെ നോർമലായി മെഡിക്കൽ പാസ്സാകാൻ പറ്റി, പുറത്തേക്ക് പോകാൻ പറ്റി. ഇപ്പോൾ 1 വർഷമായി, ഇപ്പം നാട്ടിൽ ലീവിൽ വന്നിരിക്കുകയാണ്. ഇന്നലെയും ഈ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി, ഒരു കുഴപ്പമില്ല, ഹീമോഗ്ലോബിനും ബിലിറുബിനും എല്ലാം നോർമലായിട്ട് തന്നെ നിൽക്കുകയാണ്. അത് മാതാവ് എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ 4മതായി എനിക്ക് പറയാനുള്ളത്, എനിക്ക് 4 മാസം മുമ്പ് ഞാൻ സാക്ഷിയൊക്കെ ഇവിടെ എഴുതി കൊടുത്തായിരുന്നു. അപ്പോൾ സാക്ഷ്യം പറയാമെന്ന് എനിക്ക് കിട്ടി. പക്ഷേ എൻ്റെ ചെറിയ സാക്ഷ്യങ്ങളൊക്കെ ആണല്ലോ, അപ്പോൾ എനിക്ക് എപ്പോഴും സങ്കടമായിരുന്നു, എൻ്റെ എല്ലാം ചെറിയ സാക്ഷ്യങ്ങളല്ലേ, എനിക്ക് എല്ലാവരും പറയുന്ന പോലെ വലിയ സാക്ഷ്യങ്ങളൊന്നും പറയാനില്ലെന്ന് എപ്പോഴും ഒരു സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച സെപ്റ്റംബർ 1-ാം തീയതി നോമ്പ് തുടങ്ങുന്നതിനന്ന് വെളുപ്പിന് എനിക്ക് അതിഭയങ്കരമായൊരു വയറുവേദന അനുഭവപ്പെട്ടു. വെളുപ്പിന് 1:30 എനിക്ക് വയറുവേദന തുടങ്ങി. വേദനയെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാതിൻ്റെ അപ്പുറമായിരുന്നു. എനിക്ക് കിടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, ഭയങ്കര വേദന. എനിക്ക് ആശുപത്രി പോകണം എന്നുള്ള ഒരു സിറ്റുവേഷനായി. പക്ഷേ കുഞ്ഞ് കാരണം എനിക്ക് പോകാൻ സാധിച്ചില്ല. ഞാൻ പോകുന്നില്ല എന്ന് വെച്ചു. ഞാൻ എന്നിട്ട് എൻ്റെ വയറിൽ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു, ഉപ്പ് കഴിച്ചു, എന്നിട്ട് ഉടമ്പടി കാശും എൻ്റെ വയറ് വെച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ വേദനയ്ക്കൊന്നും ഒരു കുറവുമില്ല. അങ്ങനെ വേദന ഇങ്ങനെ തന്നെ നിന്നു. ലാസ്റ്റ് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പം എനിക്ക് ചെറുതായിട്ട് കിടക്കാൻ പറ്റി. എന്നിട്ട് ഞാനിങ്ങനെ ഈ കാശുരൂപം വയറെ വെച്ച് ഇങ്ങനെ കണ്ണടച്ചും പ്രാർത്ഥിച്ച് കിടക്കുക. വിശ്വാസ പ്രമാണവും പ്രത്യക്ഷയും പ്രാർത്ഥന മാറി ചെല്ലി കിടക്കുക. ഒരു വിധത്തിൽ നേരം വെളുത്തു. ഞാൻ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി. അന്നപ്പോഴും എനിക്ക് ശക്തമായ വേദന തന്നെ, എനിക്ക് നടക്കാനൊന്നും വയ്യ. എങ്കിലും എനിക്ക് ഒരു ഉറപ്പുണ്ട്, ഈ ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് കിട്ടിയത് ഒരു ധൈര്യമുണ്ട്. എനിക്ക് നേരത്തേക്ക് ഒരു ധൈര്യത്തിന് ഒരു കുറവുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യമാണ്. ഒന്നും സംഭവിക്കത്തില്ല, എല്ലാ ഈശോയും മാതാവും നോക്കിക്കോളും. അങ്ങനെ എനിക്ക് നടക്കാൻ പോലും വയ്യ. ഞാൻ ആശുപത്രി എത്തി. ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം. സ്കാൻ ചെയ്തു. ഞാൻ പ്രഗ്നൻസി എല്ലാം ചെയ്ത സ്കാനിങ് സെൻറ്ററിലാണ് ഈ സ്കാനിങ് ചെയ്തത്. അത്യാവശ്യം നല്ല സെൻറ്ററാണ്. അവിടെ ചെന്ന് സ്കാൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞു എനിക്ക് അപ്പൻഡിക്സ് ആണ്, 7.1 ആണ്. സാധാരണ അപ്പൻഡിക്സ് നോർമൽ 6 ആണ്, എനിക്ക് 7.1 ആണ്. അത്യാവശ്യം ഇൻഫെക്ഷൻ ഉണ്ട്,
എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആവണം, ബ്ലഡ് ടെസ്റ്റൊക്കെ എടുക്കണം. ബ്ലഡ് ടെസ്റ്റൊക്കെ എടുത്തു. എനിക്ക് എൻ്റെ RBC, WBC, CRP എല്ലാം ഭയങ്കര ഹൈ ആണ്. ഡോക്ടർ പറഞ്ഞു ഇവിടെ നിൽക്ക്, അഡ്മിറ്റ് ആവാൻ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, അഡ്മിറ്റായി ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഞാൻ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന കാരണം ഒരു മെയിനായിട്ടുള്ളൊരു ആൻറ്റിബയോട്ടിക് എനിക്ക് തന്നില്ല. കാരണം ഫീഡിങ് കാരണം അത് പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് ചെറിയ 2 ആൻറ്റിബയോട്ടിക് കൊണ്ട് ഞാൻ 2 ദിവസം തള്ളി നീ ഹോസ്പിറ്റലിൽ. എന്നിട്ട് എൻ്റെ വേദനയൊക്കെ ഒരു ഇത്തിരി വ്യത്യാസമുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് നടത്തി നോക്കുമ്പോൾ എൻ്റെ ലെവലൊന്നും കുറയുന്നില്ല, ബ്ലഡിൻ്റെ ഹൈ തരം നിൽക്കുക. പെട്ടെന്ന് സർജൻ വന്ന് പറഞ്ഞു നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ആകെപ്പാടങ്ങ് പേടിയായി. കാരണം ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അപ്പൻഡിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും, വന്നാൽ പിന്നെ പോകത്തില്ല, ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞേ പറ്റത്തുള്ളൂ. ഞാൻ പലരോടും വിളിച്ചു ചോദിച്ചു, എല്ലാവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ എനിക്കൊന്ന് തീരെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ഒരു ഭാഗം മുറിച്ചു മാറ്റുമെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര വിഷമമായി. ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ഭയങ്കരമായിട്ടും പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി തൈലം വയറ് തേച്ച് പ്രാർത്ഥിച്ചു. ആ ദിവസങ്ങളല്ല, ഞാൻ എൻ്റെ ഉടമ്പടി എന്ന് തുടങ്ങിയോ ഇന്ന് വരെ ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിക്കാറുണ്ട്. അത് ഞാൻ ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിച്ചു, ഉപ്പ് ഉപയോഗിച്ചു. അങ്ങനെ ഒരു ഡോക്ടർ പറഞ്ഞു ഞാൻ ഡിസ്കസ് ചെയ്തിട്ടേന്ന് പറഞ്ഞു. 3 ഡോക്ടർമാരെ കൂടി ഡിസ്കസ് ചെയ്തു. അവർക്ക് തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല, സർജറി ചെയ്യണം. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യത്തില്ല, കാരണം എനിക്കിപ്പം വേദന ഒന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി വേറെ ഹോസ്പിറ്റലിൽ പോയി അവിടെ ഡോക്ടറെ കണ്ടു, സർജനെ കണ്ടു. സർജൻ ഈ റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് പറഞ്ഞു അപ്പൻഡിക്സ് ആണ്, റിപ്പോർട്ടൊക്കെ ഭയങ്കര ഹൈ ആണ്, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ തലേദിവസം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നാളെ ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ്. അതായത് എനിക്ക് സ്റ്റാർട്ട് ചെയ്തത് സെപ്റ്റംബർ 1-ാം തീയതിയാണ്. 9-ാം തീയതി ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ പോവാണ്. എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു ഞാൻ നാളെ ഹോസ്പിറ്റലിൽ പോകും, എൻ്റെ ഈ അപ്പൻഡിക്സ് 7.1 എന്നുള്ളത് എനിക്ക് ഒരു 6.1 ആവണമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഉടനെ ഹസ്ബൻഡ് പറഞ്ഞു അത് നടക്കത്തൊന്നുമില്ല, വേണമെങ്കിൽ ഒരു 6.9 ആവുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇപ്പം നിപ്പിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്നാന്ന് എനിക്കറിയത്തില്ല, ചിലപ്പോൾ നമ്മൾ സാക്ഷ്യം പറയാൻ പോലെ അടുത്ത ആഴ്ച, അപ്പോൾ ഇതൊരു സാക്ഷ്യമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നോക്കാം, നീ വിശ്വസിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരാളാണ്, ഞാൻ വിശ്വസിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആശുപത്രിയിൽ പോയി സർജനെ കണ്ടു. സർജൻ റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഇത് ബ്ലഡ് റിസൾട്ടൊക്കെ ഭയങ്കര ഹൈ ആണ്, റിപ്പോർട്ടും ഭയങ്കര കൂടുതലാണ് കാണിക്കുന്നത്, നോർമൽ വേണ്ടത് 6 ആണ്, ഇത് 7.1 ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിപ്പം വേദന ഒന്നുമില്ല, നമുക്കൊന്നും കൂടെ സ്കാൻ ചെയ്യാം, ഒന്നുകൂടെ ബ്ലഡ് റിസൾട്ടൊക്കെ നോക്കാമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞാൽ ശരി ഒന്നും ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്നുകൂടെ സ്കാൻ ചെയ്തു, ഒന്നുകൂടെ ബ്ലഡ് റിസൾട്ടൊക്കെ നോക്കി. സാധാരണ ഒരു 10 മിനിറ്റ് സ്കാൻ ചെയ്യാൻ എടുക്കാറുള്ളൂ. പക്ഷേ എന്നെ അരമണിക്കൂർ കൂടുതൽ ഡോക്ടർ സ്കാൻ ചെയ്തു. അരമണിക്കൂർ കൂടുതൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് റിപ്പോർട്ട് കിട്ടി. എനിക്ക് 1-ാം തീയതി അപ്പൻഡിക്സ് 7.1 എന്നാണ് എനിക്ക് റിപ്പോർട്ട് കിട്ടിയത്. 9-ാം തീയതി എനിക്ക് റിപ്പോർട്ട് കിട്ടി എൻ്റെ ദേഹത്ത് അപ്പൻഡിക്സേ ഇല്ല എന്ന്. എനിക്ക് ഒരു പ്രശ്നം തന്നെ എൻ്റെ ബോഡിയില്ല, അപ്പൻഡിക്സ് കാണാനേ ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതെന്നാന്നറിയത്തില്ല, എനിക്ക് വലിയൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. ഡോക്ടറെ കാണിച്ചു, ഡോക്ടർ പറഞ്ഞു ഇതിനകത്തൊന്നും കാണിക്കുന്നില്ല, ഒരു കുഴപ്പമില്ല, മരുന്നും വേണ്ട, സർജറിയും വേണ്ട, ധൈര്യമായിട്ട് വീട്ടിൽ പോക്കോ, ചുമ്മാ ഒരു വേദന വന്നായിരിക്കുന്നു. അപ്പം ഡോക്ടർ ചോദിച്ചു ഡോക്ടർ അപ്പോൾ ഈ റിപ്പോർട്ടോ? ഡോക്ടറിന് അതും എനിക്കറിയത്തില്ല, എല്ലാം നല്ലതിനാന്ന് പറഞ്ഞു ഡോക്ടർ എന്നെ വിട്ടു. അറിയത്തില്ല, ഞാൻ വിശ്വസിക്കുന്ന എനിക്ക് ആ ഒരു സങ്കടം കിടപ്പുണ്ടായിരുന്നു, എനിക്കൊരു നല്ലൊരു സാക്ഷ്യം ഇല്ലല്ലോ എന്നൊരു സങ്കടം. ആ ഒരു സാക്ഷ്യം പറയാനായിരിക്കും പെട്ടെന്നൊരു എൻ്റെ ബോഡിയിൽ അപ്പൻഡിക്സ് വലുതായിട്ട് കാണിച്ചിട്ട് അതില്ലാന്നൊരു അനുഗ്രഹം മാതാവ് എനിക്ക് തന്നത്. ഇത്രയും നന്ന മാതാവിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ എല്ലാ മാസവും എൻ്റെ ഫാദറിലെ ഇവിടെ വരും, എനിക്കുള്ള പത്രം വാങ്ങിച്ചുകൊണ്ട് പോവും. ഞാൻ പത്രമെല്ലാം പരിചയമില്ലാത്ത ആൾക്കാർക്കും ഗവൺമെൻറ് ഹോസ്പിറ്റലിലും കൊണ്ട് കൊടുക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വൃദ്ധസദനത്തിലും ഓഫനേജിലൊക്കെ പോയി അവിടെ എല്ലാം വിസിറ്റ് ചെയ്യാറുണ്ട്. പിന്നെ എന്നാൽ കഴിയുന്ന വിധം എല്ലാവർക്കും സാമ്പത്തിക സഹായമൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ യൂട്യൂബിൽ ചൊവ്വാഴ്ച ധ്യാനം കേൾക്കാറുണ്ട്, സാക്ഷ്യം കേൾക്കാറുണ്ട്, എല്ലാവർക്കും ഷെയർ ചെയ്യാനുണ്ട്. ഞാൻ എൻ്റെ അനുഭവങ്ങളൊക്കെ എനിക്ക് പരിചയമുള്ള ആൾക്കാരോടൊക്കെ പറയാറുണ്ട്. പിന്നെ ഉടമ്പടിയിൽ വന്ന് എനിക്ക് ഏറ്റവും വലിയ മാറ്റം എന്ന് വെച്ചാൽ എനിക്ക് പ്രാർത്ഥന ഉള്ള കൂട്ടത്തിലാണ് ഞാൻ, എന്നാലും ഒരു ഉറപ്പ്, ഒരു വിശ്വാസം, അതാണ് എനിക്ക് കൂടുതൽ തന്നത്. പിന്നെ ഭയങ്കര ടെൻഷനുള്ള ആളാണ് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ ടെൻഷനൊക്കെ മാറി. ഇപ്പം എന്ത് വന്നാലും ഞാൻ കുലുങ്ങത്തില്ല, എല്ലാം ദൈവഹിത എന്ന് പറഞ്ഞാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എല്ലാ ഈശോയും മാതാവ് നോക്കിക്കോളും, അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവ്. പേര് സോണി, ഞാൻ മലപ്പുറം കാളികാവ് സെൻറ്റ് സേവിയേഴ്സ് ചർച്ച ഇടവക്കാരിയാണ്. ഞാൻ 2024 ഓഗസ്റ്റ് 4-ാം തീയതിയാണ് മരിയൻ ഉടമ്പടി എടുക്കാനായി ഇവിടെ വന്നത്. ആ സമയത്ത് ഞാൻ സൗദി വർക്ക് ചെയ്യുമായിരുന്നു. 2 ഇയർ കോൺട്രാക്റ്റ് ഫിനിഷ് ചെയ്ത് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പം ഞാൻ കമ്പനിയുടെ അണ്ടറിലാണ് ഞാൻ സൗദി പോയത്. അപ്പം ഞാൻ വർക്ക് ചെയ്ത ഒരു മലയാളി മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പം ആ മാനേജ്മെൻറ്റ് പറഞ്ഞു ഇനി കമ്പനിയുടെ അണ്ടറിലുള്ള സ്റ്റാഫിനെ അവിടെ റിന്യൂവൽ ചെയ്യുന്നില്ല എന്ന് തന്നെ പറഞ്ഞു.
അപ്പോൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് വെക്കേഷൻ തന്നു വിട്ടത്. ആ സമയത്താണ് ഞാൻ ഈ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് ഞാനിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച ഒരേ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, എനിക്ക് ആ സമയത്ത് സാലറി പെൻഡിങ് ഉണ്ടായിരുന്നു. ഒരു 3 മന്ത് സാലറി പെൻഡിങ് ആയിരുന്നു ആ ടൈമിൽ. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി നിയോഗത്തിൽ ഫസ്റ്റ് ഞാൻ ഞാൻ വർക്ക് ചെയ്ത ആ ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് കയറണം. ഞാൻ 45 ദിവസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ എനിക്ക് അവിടെ കമ്പനിയുടെ അണ്ടറിൽ അക്കോമഡേഷൻ നിർത്താതെ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് ഞാൻ പോയത്. ഇവിടുന്ന് അന്ന് സാലറി 3 മാസത്തെ പെൻഡിങ് ഉണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തു. ഇവിടുന്ന് നൈറ്റ് ടൈമിൽ ഞാൻ എൻ്റെ അക്കൗണ്ട് ചെക്ക് ചെയ്തപ്പം 1 മന്ത് സാലറി എനിക്ക് റിസീവായി. അത് കഴിഞ്ഞ് ഞാൻ വെക്കേഷനൊക്കെ കഴിഞ്ഞ് അവിടെ ചെന്ന് എനിക്ക് 1 വീക്ക് മാത്രമേ എനിക്ക് അവിടെ നിൽക്കേണ്ട വന്നുള്ളൂ. അതിന് മുമ്പ് തന്നെ ഞാൻ വർക്ക് ചെയ്ത അതേ ക്ലിനിക്കിൽ തന്നെ എനിക്ക് ജോലി തന്ന് അമ്മ എന്നെ സഹായിച്ചു. അതോടുകൂടി അത് കഴിഞ്ഞ് 2 മന്ത് സാലറിയും അപ്പം തന്നെ ഞാൻ ചെന്ന് ഒരു 2 വീക്സിനുള്ളിൽ എനിക്ക് കിട്ടുകയും ചെയ്തു. ഞാനാണെങ്കിൽ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് എന്നാരംഭിച്ചു അന്ന് തൊട്ട് ഞാൻ എന്നും കണ്ടിന്യൂസ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണുമായിരുന്നു. അവിടെ വന്ന ഓരോ ഇഷ്യൂസിനും ഞാൻ ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കുക. അച്ഛൻ പറയും പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്ന സമയത്തെല്ലാം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ ടൈമിലാണ് ഒരു 2-3 മാസം മുമ്പ് എൻ്റെ ATM കാർഡ് എക്സ്പയർഡായി. അപ്പോൾ അവിടുത്തെ കമ്പനി സ്റ്റാഫ് ആയതുകൊണ്ട് കമ്പനിക്കാരോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അവരെന്ന് തരുന്നോ അന്നേ നമുക്ക് ATM കാർഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ 2-3 തവണ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്ത് നോക്കി, അവനെനിക്ക് തന്നില്ല. ഒരു ദിവസം അച്ഛൻ ഡെയിലി ബ്രെഡിൽ പറഞ്ഞു എന്താവശ്യത്തിന് വേണ്ടിയാണോ അതേ തൊട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പഴയ ATM കാർഡ് വെച്ച് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിച്ചു. അന്ന് ഒരു ഉച്ചയായപ്പോൾ എനിക്ക് പുതിയ ATM കാർഡ് എനിക്ക് റിസീവ് ആയെന്നും പറഞ്ഞു മെസ്സേജ് വന്നു. അതുപോലെ തന്നെയാണ് ആ സമയത്താണ് കഴിഞ്ഞ മാസം 2 മാസം മുമ്പ് എനിക്ക് വെക്കേഷനാണ്. അപ്പം കമ്പനിക്കാരോട് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ ചോദിക്കും, വെക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പം ടിക്കറ്റ് ആണെങ്കിൽ അവർ മാക്സിമം നമ്മൾ ഡയറക്റ്റ് ഫ്ലൈറ്റ് അവർ തരത്തില്ല. അപ്പം ഞാൻ ആദ്യമേ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് വേണം, കാരണം എനിക്ക് അവിടെ എവിടെയും പോയിരിക്കാൻ പേടിയാണ്, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടണേ, എനിക്ക് തരണമേ, അവരോട് പറയണേ. എനിക്ക് അവരോട് ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കൂല, അമ്മ തന്നെ പോയി പറഞ്ഞ് ശരിയാക്കി തരണേന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അന്ന് രാവിലെ ഞാൻ ഡെയിലി ബ്രെഡ് കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് എന്താവശ്യമാണോ, നമുക്കിപ്പോൾ എന്ത് ഡോക്യുമെൻറ്റ്സ് ആണോ അത് കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ പാസ്പോർട്ട് എടുത്ത് കയ്യിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്തായാലും എൻ്റെ വെക്കേഷൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്, എനിക്ക് ടിക്കറ്റും കിട്ടണം, എനിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് തന്നെ വേണമെന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് സാധാരണയായിട്ട് ഈ കമ്പനിക്കാരാണെങ്കിൽ പോകുന്നതിന് ഒരാഴ്ചക്ക് മുമ്പായിരിക്കും നമുക്ക് ടിക്കറ്റൊക്കെ എടുത്ത് തരുന്നത്. പക്ഷേ അന്ന് ഞാൻ പ്രാർത്ഥിച്ചെന്ന്, അതായത് 1 മാസം മുമ്പ് അത് ഞാൻ പ്രാർത്ഥിച്ച അന്ന് തന്നെ, അന്ന് ഉച്ചയായപ്പോൾ ഒരു 10:30 മണിയായപ്പം എനിക്ക് മെസ്സേജ് വന്നേക്കുന്നു എൻ്റെ ടിക്കറ്റ് കൺഫേം ആണെന്നും പറഞ്ഞു. എനിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ്, കാലിക്കറ്റിലേക്കുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ് തന്നെ ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തു ഏതൊക്കെ ഫ്ലൈറ്റ് ഉണ്ട് ഞാൻ പോകുന്ന ദിവസം. അപ്പം ഞാനിങ്ങനെ മനസ്സുകൊണ്ട് അമ്മ ഈ നല്ല ഫ്ലൈറ്റാണ്, ഇത് കിട്ടുമായിരുന്നേ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് ആ ഫ്ലൈറ്റ് തന്നെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ സെയിം ഫ്ലൈറ്റ് തന്നെ എനിക്ക് അമ്മ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പോരുന്ന അന്ന് ലഗേജ് ഞാൻ ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് വന്നേ. അപ്പോൾ ഇൻഡിഗോ ഫ്ലൈറ്റിലാണെങ്കിൽ ലഗേജ് കുറച്ച് കൂടുതലായാൽ തന്നെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഞാൻ നോക്കി എൻ്റെ വെയിൻ മെഷീൻ്റെ പ്രോബ്ലം ആണോ എന്നറിയത്തില്ല. ഞാൻ പിന്നെ ലാസ്റ്റ് മൊമെൻറ്റ് നോക്കിക്കഴിഞ്ഞപ്പം എൻ്റെ വെയിറ്റ് കൂടുതലായിട്ട് കണ്ടു, ഒരു 31-31.5 കണ്ടു. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു, പറഞ്ഞതല്ലേ കറക്റ്റായിട്ട് വെയിറ്റ് കെട്ടണമെന്ന് പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴും ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ ഉപ്പും തൈലും ഒക്കെ എൻ്റെ ലഗേജിൽ തേച്ചു. എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ പോവുകയാണ്, എനിക്ക് ഒരു പ്രശ്നവുമില്ലാതെ എനിക്ക് യാത്ര ചെയ്യണം, എനിക്ക് ടെൻഷൻ അടിക്കാൻ വയ്യ, സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ വന്ന് ഇതിലൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇറങ്ങി. അവിടെ ചെന്നിട്ടും ഞാൻ എയർപോർട്ടിൽ കയറി കഴിഞ്ഞിട്ട് എനിക്ക് ടെൻഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ, പക്ഷെ ഞാൻ എന്താ ടെൻഷനാണോ സന്തോഷമാണോ ഒന്നും എനിക്കറിയില്ല, അങ്ങനത്തെ ഒരു ഫീലിങ്സ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു സൗദി സ്റ്റാഫായിരുന്നു. ഞാൻ അവിടെ ചെന്നു, എന്നോട് പാസ്പോർട്ട് വാങ്ങിച്ചു, ലഗേജ് ഞാൻ ലഗേജ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് 32.3. അപ്പോൾ അപ്പുറം നിന്നവരെല്ലാം പറഞ്ഞു, മോളെ ഇത് കൂടുതലാണ്, ഇത് ലഗേജ് നിൻ്റെ പൊട്ടിക്കേണ്ട വരുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എപ്പോഴും മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ ഏൽപ്പിച്ചേക്കുന്ന കാര്യമാണ്, അതെനിക്ക് ചെയ്തു തരണമെന്ന് പറഞ്ഞു.
പെട്ടെന്ന് ആ സ്റ്റാഫിന് ഒരു മെസ്സേജ് വന്നു മൊബൈലിൽ. ആ മെസ്സേജ് നോക്കി അവർ ചിരിക്കുന്നുണ്ട്. പിന്നെയും രണ്ടാമത് മെസ്സേജ് വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എന്നോട് ചോദിച്ചു, ഒറ്റയ്ക്കാണോ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ ഒറ്റയ്ക്കാണ് ഞാൻ പോകുന്നതെന്നും പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്നിട്ട് ആ മെസ്സേജ് തന്നെയാണ് അവർ നോക്കുന്നത്. എൻ്റെ വെയിറ്റിലേക്ക് അവർ നോക്കിയതേ ഇല്ല. അപ്പം തന്നെ അവർ ബോർഡിംഗ് പാസ് അടിച്ചു തന്നു. ലഗേജിൽ സ്റ്റിക്കർ ഒട്ടിച്ച് ലഗേജ് അങ്ങ് വിട്ടു. എന്നോട് പറഞ്ഞു, ശരി പൊക്കോന്നും പറഞ്ഞു. എനിക്ക് പാസ്പോർട്ടും ബോർഡിംഗ് പാസും തന്നു. ശരിക്കും ഞാൻ അവിടെ എന്താ ചെയ്യേണ്ടത്? അവരെൻ്റെ വെയിറ്റ് നോക്കിയില്ലേ? ഞാൻ കുറേ നേരം അവിടെ നിന്നു. എന്നിട്ട് ഞാൻ കുറേ അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞു. കാരണം നമ്മളെ നിർത്തിയിട്ട് അമ്മ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു തരുക, അത്ഭുതങ്ങൾ നമ്മുടെ മുമ്പിൽ നിർത്തിയിട്ട് ഞാൻ ചെയ്തോളാം, നീ അവിടെ വെറുതെ നിന്നോ എന്ന് പറഞ്ഞ രീതിയിൽ നമുക്കവിടെ കാണിച്ചു തരുവാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം. ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞു. ഞാൻ അപ്പം തന്നെ അമ്മയോട് പറഞ്ഞു, ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയും അമ്മയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. എനിക്കാണെങ്കിൽ അവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ എല്ലാവരോടും പറയും. റൂമിലുള്ളവരോടും, അവിടെ ഡ്യൂട്ടി മലയാളികളുണ്ട്, ഒരുപാട് പേരുണ്ട്, അവരോടൊക്കെ പറയും. അവർക്കും താല്പര്യം തോന്നി. 2-3 പേര് വന്ന് ഇവിടെ എന്നെ ഇതിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ പത്രം ഞാൻ കൊണ്ടുപോയായിരുന്നു, അവിടെ എല്ലാവർക്കും വിതരണം ചെയ്തു. കാരുണ്യപ്രവൃത്തി എന്നെയും കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നാട്ടിലുള്ള ബന്ധുക്കാരെയൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഒരുപാട് നന്ദി. എന്നെ സഹായിച്ച സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ എപ്പോഴും. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ എവിടെ ഒറ്റയ്ക്ക് പോകാനും. പക്ഷെ ഞാൻ ഈ മരിയ ഉടമ്പടി എടുത്ത് എവിടെ പോയാനാ, സൗദിയിലാണെങ്കിൽ ഒറ്റയ്ക്ക് എവിടെ യാത്ര ചെയ്യാനും എനിക്കൊരു ധൈര്യമായി. ശരിക്കും പറഞ്ഞാൽ ഒരു ഡിപ്പെൻഡ് ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് ഒരായിരം അൾത്താരയിൽ സാക്ഷ്യം പറയാൻ ലഭിച്ച അനുഗ്രഹത്തെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് ശ്രീജ റോസ്മേരി, തിരുവനന്തപുരം കരമന സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2/10/2023 എൻ്റെ അമ്മയ്ക്ക് 5 വർഷത്തിൽ കൂടുതലായി ബ്ലീഡിങ് ഉണ്ടായിരുന്നു. പല ഡോക്ടേഴ്സിനെ കാണിച്ചു, പല വിധത്തിലുള്ള ടെസ്റ്റുകളും ചെയ്തു. ആരും ഒരു ഡയഗ്നോസും ചെയ്തിട്ടില്ലായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ നിയോഗം വെച്ചതിൻ്റെ ഫലമായി നിയോഗം വയ്ക്കുകയും തൈലവും ഉപ്പും വിശ്വാസ പ്രമാണത്തോടുകൂടി ചൊല്ലി അമ്മയ്ക്ക് തൈലം പൂശുകയും ചെയ്തു. പിന്നെ സ്റ്റോളിൽ നിന്ന് കിട്ടിയ നീലത്തിരിയും ഉപയോഗിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന പറയുകയും കാശ് രൂപം കൊടുത്ത് പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും രാവിലെ അമ്മയും പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടെ നിന്ന് പോയി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പൂർണ്ണമായ സൗഖ്യം ലഭിച്ചു. ഇന്ന് വരെയും പിന്നെ ബ്ലീഡിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ടും അമ്മയ്ക്ക് ഉണ്ടായിട്ടില്ല. 2024 ജൂണിൽ അമ്മയ്ക്ക് വീണ്ടും ഒരു വയറുവേദന വന്നു. 2-3 ദിവസം ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചു. വേദന, പെയിൻ കില്ലർ, ഇഞ്ചക്ഷനൊക്കെ എടുത്തു. ഒരു കുറവും ഉണ്ടായില്ല. USG സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ ഡൗട്ട് പറഞ്ഞു, ക്യാൻസർ ആവാനാണ് ചാൻസ് ഓവറിയിൽ, നമുക്ക് ഫർദർ ടെസ്റ്റുകൾ നോക്കണം, ഗൈനക് ഡോക്ടറിനെ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഗൈനക് ഡോക്ടറിനെ കാണിച്ചു. മാഡം ഒരു MRI സ്കാനും ബ്ലഡ് ടെസ്റ്റുകളെല്ലാം എഴുതി. MRI സ്കാനിങ്ങിന് പോകുന്നതിന് മുന്നേ വയറിൽ വിശ്വാസ പ്രമാണത്തോടു കൂടെ തൈലം പൂശി പ്രാർത്ഥിക്കുകയും MRI സ്കാനിങ് സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് സ്കാനിങ്ങിന് പോവുകയും ചെയ്തു. അമ്മ സ്കാൻ ചെയ്യുന്ന സമയത്ത് പുറത്ത് ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. റിസൾട്ട് വന്നപ്പോൾ അമ്മയ്ക്ക് ഒരു കുഴപ്പവുമില്ല. 5 ദിവസത്തെ മരുന്ന് മാത്രമേ വേണ്ടി വന്നുള്ളൂ. കാരണം സിസ്റ്റം ലീഷനൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ എന്ന് ഡോക്ടറിന് ഡൗട്ടുള്ളത് കാരണം 5 ദിവസത്തെ മരുന്നോടുകൂടെ വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ ഇന്ന് വരെയും ഇതിൻ്റെ പേരിൽ അമ്മയ്ക്ക് ഡോക്ടറിനെ കാണേണ്ടി വന്നിട്ടേ ഇല്ല. എൻ്റെ മകൾ എവലിന ഷിബു, അവൾക്ക് 2.5 വയസ്സ് മുതൽ വിട്ടുമാറാത്ത ചുമയും അലർജിയും അങ്ങനെയൊക്കെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളുണ്ട്. മാസത്തിൽ 1 തവണയ്ക്ക് കുളിക്കാനൊക്കെ പറ്റത്തുള്ളൂ. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവൾക്ക് ഒരു വകയും കഴിക്കാൻ പറ്റത്തില്ല. തണുപ്പുള്ളത് കഴിക്കാൻ പറ്റത്തില്ല, പുളിപ്പുള്ളത് കഴിക്കാൻ പറ്റത്തില്ല, ചോക്ലേറ്റ്സ്, അങ്ങനെ ഒരു വിധത്തിലുള്ള ഒരു ആഹാരങ്ങളും കഴിക്കാൻ പറ്റത്തില്ല. എല്ലാ ദിവസവും ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിക്കും. എല്ലാ മാസവും ആൻറ്റിബയോട്ടിക് കൊടുക്കും. 10 ദിവസം അലർജിയുടെ മരുന്ന് കൊടുത്ത് ഒരാഴ്ച വലിയ കുഴപ്പമില്ലാതെ പോകും. വീണ്ടും ഡോക്ടറിന് അസുഖം വന്ന് ഡോക്ടറെ കാണിക്കും. 20 ദിവസത്തോളം എഴുതും. വീണ്ടും ഇങ്ങനെ തന്നെ. അങ്ങനെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഒരാഴ്ചയിൽ കൂടുതൽ ഇവർക്ക് ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം വിശ്വാസ പ്രമാണത്തോടു കൂടെ ചൊല്ലിക്കൊടുത്തതിന് ശേഷം ഡോക്ടർ അതിനിടയിൽ പറഞ്ഞായിരുന്നു ലൈഫ് ലോങ് ഇൻഹേലറും കൂടെ എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വിശ്വാസ പ്രമാണത്തോടു കൂടി ഉപ്പും തൈലവും ഒക്കെ കൊടുത്തതിന് ശേഷം അവർക്ക് ഇന്ന് വരെ ഈ വീസിങ്ങോ അലർജിയുടെ ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. ഇതിൻ്റെ പേരിൽ ഇന്ന് വരെ ഡോക്ടറിനെ കാണിക്കേണ്ടി വന്നിട്ടില്ല.
എല്ലാ ദിവസവും ഇപ്പോൾ കുളിക്കാൻ പറ്റും, ആഹാരങ്ങൾ എന്ത് വേണമെങ്കിലും അവൾക്ക് കഴിക്കാം, എല്ലാ ക്ലൈമറ്റോടു കൂടി അവൾ ഉൾപ്പെട്ട് എല്ലാ കാര്യങ്ങൾക്കും അവൾക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്, സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ട്, പഠിക്കാനും കഴിയുന്നുണ്ട്. ഇതേ കണക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിൽ രാവിലെ അവൾ എണീക്കുമ്പോൾ ഭയങ്കരമായിട്ട് പനിയോടുകൂടെ എണീറ്റ്. ഞാൻ നല്ല ടെമ്പറേച്ചർ ഉള്ളത് കാരണം പീഡിയാട്രിഷനെ കാണിച്ചപ്പോൾ പീഡിയാട്രിഷ്യൻ പറഞ്ഞു വൈകുന്നേരം വരെ ടെമ്പറേച്ചർ നിൽക്കുവാണെങ്കിൽ നമുക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും, ബ്ലഡ് ടെസ്റ്റ് എടുക്കേണ്ടി വരും. അങ്ങനെ നല്ല വിഷമത്തോടു കൂടെ വീട്ടിൽ വന്നു. അന്ന് തന്നെ അപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡും ഉടമ്പടിയിലാണ്. അപ്പോൾ ചേട്ടൻ സന്ധ്യാപ്രാർത്ഥന വലിയ കുഴപ്പമില്ലാതെ വൈകുന്നേരം വരെ പോയി. സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞപ്പോൾ വീണ്ടും പനി നന്നായിട്ട് കൂടി. ഹസ്ബൻഡ് അപ്പം തന്നെ ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണത്തോടു കൂടെ ചൊല്ലിയിട്ട് പറഞ്ഞു, മാതാവ് അമ്മ ഞങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ മകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ, കാരണം ഇവിടെ കുഞ്ഞിലേക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കുത്തിയിട്ടൊക്കെ ഉള്ളതിൻ്റെയൊക്കെ വിഷമങ്ങളൊക്കെ ഉള്ളത് കാരണം ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ മാതാവ് ഈ അസുഖം പൂർണ്ണമായും ഭേദപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അതേ ഫലമായി അമ്മ കൂടെ തന്നെ ഉണ്ടായിരുന്നു. രാവിലെ ആകുന്തോറും അവൾക്ക് ഒരു പനി ഉണ്ടായിരുന്നില്ല. പിന്നെ ഡോക്ടേഴ്സിനെ കാണിക്കേണ്ടി വന്നിട്ടില്ല. ഇന്ന് വരെയും ഈ നിമിഷം വരെയും അവൾക്ക് ഒരു ഡോക്ടേഴ്സിനെ അവളെ കാണിച്ചിട്ടില്ല. ഏതാണ്ട് ഒരു 6 മാസത്തോളമായി അവൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇതെൻ്റെ മകളുടെ കൂടെ പഠിക്കുന്ന കുട്ടിയാണ് ദൃശ്യ. അവൾക്ക് 2024 ജൂണിൽ ഗുല്യൻ ബാരി സിൻഡ്രോം ആയിട്ട് വന്നു. 8-9 ദിവസത്തിൽ കൂടുതൽ ICUയിൽ കിടന്നു. അവൾക്ക് റിക്കവർ ആവാൻ നല്ല പാടായിരിക്കും, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, കാരണം 1,00,000 ഒരാൾക്ക് വരുന്നൊരു അസുഖമാണ്. കൂടുതൽ അവളുടെ അമ്മ പറയും. ആദ്യം തന്നെ മാതാവിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കാൻ എനിക്ക് അനുവാദം കിട്ടിയതിന് ഞാൻ നന്ദി പറയുന്നു. 2024 ജൂൺ മാസത്തിൽ 14-ാം തീയതി എൻ്റെ മോൾക്ക് പനിയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്. പനി 102 ഡിഗ്രി കൂടുതൽ പനി ആയതുകൊണ്ട് അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അഡ്മിറ്റ് ചെയ്തു. 4 ദിവസമായിട്ടും കുഞ്ഞിന് പനി മാറുന്നില്ല, അവൾ എഴുന്നേറ്റ് നടക്കുന്നില്ല, യാതൊരുവിധ വ്യത്യാസവും കാണുന്നില്ല. അപ്പോൾ ഡോക്ടർ പറയുകയാണ് അത് വൈറൽ പനിയാണ്, അതിൻ്റെ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഡോക്ടർ വരുമ്പോൾ പറയാണ് കുഞ്ഞ് നടക്കുന്നില്ല. അങ്ങനെ ഡോക്ടർ പറഞ്ഞു എങ്കിൽ ന്യൂറോയെ കാണിക്കാം. ന്യൂറോയുടെ ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറയുകയാണ് ഇത് GBS പോലത്തെ അസുഖമാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അതിൻ്റെ ടെസ്റ്റുകളെല്ലാം എടുത്തു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് പറയുകയാണ് മോളെ ഉടനെ ICUയിലോട്ട് മാറ്റണമെന്ന്. ഞാൻ ICUയിൽ കൊണ്ടുപോയി. അന്ന് രാത്രി ആണ് ഹെബിലിൻ്റെ അമ്മയെ വിളിക്കുന്നത്. ചേച്ചിയെ വിളിച്ചിട്ട് ഞാൻ കരയുകയാണ്, ഇങ്ങനെയാണ് ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ വാട്സപ്പിൽ നിനക്കൊരു പ്രാർത്ഥന അയച്ചു തരാം, നീ അതൊന്ന് കേൾക്കണം, നീ അതുപോലെ ഒന്ന് പറഞ്ഞ് മോളുടെ അടുത്തിരുന്ന് നീ അതൊന്ന് പറയണമെന്ന് പറഞ്ഞു. 2 ദിവസം ഞാൻ മോളുടെ അടുത്തിരുന്ന് പറഞ്ഞു. ഞാൻ യൂട്യൂബിൽ നോക്കി മാതാവിൻ്റെ ഇവിടുത്തെ സാക്ഷ്യങ്ങളെല്ലാം കേട്ടു. ഞാൻ പ്രാർത്ഥന നിരന്തരം ഇങ്ങനെ എൻ്റെ മോളടുത്ത് നിന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഓഫീസിൽ ചേച്ചി വന്നിട്ട് എൻ്റെ മോളെ കാണാൻ വന്നപ്പോൾ എനിക്കൊരു കൊന്ത കൊണ്ട് തന്നിട്ട് എൻ്റെ മോളുടെ അടുത്ത് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. അന്ന് വൈകുന്നേരം എൻ്റെ ഡോക്ടർ വന്ന് പറയുകയാണ് മോളെ നമുക്ക് റൂമിലോട്ട് മാറ്റാം. അപ്പോഴും അവൾ എഴുന്നേറ്റ് നടക്കുന്ന ഒന്നുമില്ല. അന്നും രാത്രി ഞാൻ റൂമിൽ വന്നിട്ട് ഞാൻ എൻ്റെ മോളെടുത്ത് ചേച്ചി തന്ന പ്രാർത്ഥന ഞാനിരുന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഡോക്ടർ പറയുകയാണ് ഒന്നുകിൽ 4 മാസം അല്ലെങ്കിൽ 4 വർഷമാവും കുഞ്ഞ് എഴുന്നേറ്റ് നടക്കാൻ. ഹൈ ഡോസിലുള്ള 4 ഡോസ് മരുന്ന് എൻ്റെ മോളുടെ ശരീരത്തിൽ കുത്തിവെച്ചിട്ടും അവൾക്ക് യാതൊരുവിധ മാറ്റവും ഉണ്ടായില്ല. പക്ഷേ 4ാമത്തെ ഡോസ് എടുത്ത് പിറ്റേ ദിവസം രാവിലെ എൻ്റെ മോൾ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവൾ നടക്കുകയും ഓടുകയൊക്കെ ചെയ്തു. അത് ഞാൻ ഈ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ ഇപ്പോഴും ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് മാതാവിൻ്റെ അടുത്ത് വരണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനൊരു ഹിന്ദുവാണ്, അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ വന്നു. ആദ്യത്തെ തവണ വന്ന് മാതാവിനെ കണ്ടിട്ട് പോയി. 2ാമത്തെ തവണ ഞാൻ ചേച്ചിയുടെ കൂടെ വന്നു, ഉടമ്പടി എടുത്തു. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് 2ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ കൂടെ മാതാവുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. നന്ദി. 3 വർഷത്തിലേറെയായി എൻ്റെ വീട് ഒരു ഭവനം പണിയുകയായിരുന്നു. അത് നന്നായി തന്നെ മാതാവ്, ഞാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇടയ്ക്ക് പണി സ്ട്രക്ചർ കഴിഞ്ഞപ്പോൾ നിർത്തേണ്ടി വരുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എങ്ങനെയൊക്കെയെന്ന് അറിയില്ല, മാതാവ് എല്ലാ വിധത്തിലും സഹായിച്ചു. നല്ലൊരു ഭവനം, ഒരു 3 നില കെട്ടിടം പണിത് നന്നായിട്ട് പാല് കാച്ചി അതിൽ തന്നെയാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. ആ ഭവനത്തിന് കൃപാസനം എന്ന് പേരിട്ടിട്ടുണ്ട്. അതിന് ഭവനം തന്ന് അനുഗ്രഹിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി. അതേ കണക്ക് ഒരു 5-6 മാസത്തിന് മുന്നേ എൻ്റെ കാലിൻ്റെ മുട്ട് എപ്പോഴും തെന്നി മാറിക്കൊണ്ടേയിരിക്കും. ഡോക്ടറെ കാണിച്ച് ഭയങ്കര പെയിനാണ്. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു
ഇത് 8 മാസത്തോളം ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. ഇത് കറക്റ്റായിട്ട് വരാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിട്ട് വരും. നല്ല പെയിനും ഉണ്ട്. ഡോക്ടർ അങ്ങനെ മരുന്ന് തന്ന് വിട്ടു. ഞാൻ വീട്ടിൽ വന്ന് 1 മാസം മരുന്ന് കഴിച്ചു. ഒപ്പം തന്നെ അതിൽ കൂടെ തൈലം എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശി 1 മാസം കഴിഞ്ഞ് റിവ്യൂവിന് പോയപ്പോൾ ഡോക്ടറിന് തന്നെ അതിശയമാണ്, കംപ്ലീറ്റ് അത് മാറിയിട്ടുണ്ട്, 8 മാസത്തെ മരുന്ന് വേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പം നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ല, വേദനയുമില്ല. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ അനാഥാലയത്തിലും ഓട്ടിസം ബാധിച്ച കുട്ടികളുള്ള അനാഥാലയങ്ങളിലൊക്കെ പോയി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ആവുന്ന വിധത്തിൽ വാങ്ങിക്കൊടുക്കും. റോഡിലേത്തിരിക്കുന്നവർക്കൊക്കെ ഫുഡ് ഞങ്ങൾ വീട്ടിൽ നിന്ന് എന്നെ പ്രിപ്പയർ ചെയ്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അതിൽ നിന്ന് ഒരു ഉപ്പോ അല്ലെങ്കിൽ തൈലമോ അതിനകത്ത് പ്രാർത്ഥിച്ച് ഉപയോഗിച്ച്, കാരണം ഇത് ആർക്ക് കിട്ടിയാലും അവർക്ക് രോഗസൗഖ്യവും അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാ റോഡിൻ്റെ അരികത്തുള്ളവർക്കും വിശക്കുന്നവർക്കും മരുന്ന് വേണമെന്ന് ഞങ്ങളടുത്ത് വന്ന് പറയുന്നവർക്കും ഞങ്ങളാൽ കഴിയുന്ന വിധം സഹായിക്കുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ കൃപാസന പത്രം വാങ്ങിച്ച് കഴിഞ്ഞ ദുഃഖവെള്ളി സമയത്ത് കുരിശുമലയിൽ 9ാം സ്ഥലം വരെ ഞങ്ങൾ 28 കെട്ട് പത്രവും കൊണ്ട് നടന്ന് കയറി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേ കണക്ക് ഒരുപാടെടുത്ത് RCC ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് തിരുവനന്തപുരത്തായത് കാരണം ആ ഹോസ്പിറ്റലിൻ്റെ സൈഡുകളിലൊക്കെ എല്ലാവരെയും കണ്ട് ഒരുപാട് നേരം പ്രാർത്ഥിച്ച് ആ പത്രങ്ങൾ കൊടുത്തു. പിന്നെ എല്ലാ ദിവസവും ഡെയിലി ബ്രീഡ് കൂടും, ധ്യാനം കൂടും, സാക്ഷ്യങ്ങൾ കേൾക്കും, അതെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. ആത്മീയമായി നല്ലൊരു വളർച്ചയാണ് ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായത്. ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ഞങ്ങൾ എല്ലാ ദിവസവും ഇപ്പോൾ രാവിലെ 5 മണിക്ക് എണീറ്റ് ജപമാല ചൊല്ലി ഡെയിലി ബ്രീഡും കഴിഞ്ഞ് കുർബാനയ്ക്ക് പോയിട്ട് വന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, മോളെ സ്കൂളിൽ വിടുന്നത് വരെ അത് കഴിഞ്ഞിട്ടാണ്. അത് ഒരു മുടക്കവും വരുത്തുന്നില്ല. സന്ധ്യാപ്രാർത്ഥനയ്ക്കും എവിടെയൊക്കെ പോയെന്ന് പറഞ്ഞിരുന്നാലും സന്ധ്യാപ്രാർത്ഥന എല്ലാം ചൊല്ലി തീർന്നതിന് ശേഷം മാത്രമേ എത്ര രാത്രിയായാലും ഞങ്ങൾ ഉറങ്ങത്തുള്ളൂ. ഇത്രയും അനുഗ്രഹം ലഭിച്ച അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. യേശുവേ സ്തുതി, സ്തോത്രം, ഹല്ലേലൂയ. ജെർമിയ പ്രവാചകന്റെ പുസ്തകം 30:10 പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന ശുശ്രൂഷയുടെ 21ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് ലൈസ മൈക്കിൾ എന്ന ഒരു അമ്മയുടെ സാക്ഷ്യമാണ്. എൻ്റെ പേര് ലൈസ മൈക്കിൾ. ഞാൻ 2019 മെയ് 30-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സന്ദേശം, ആ സന്ദേശത്തിൻ്റെ അർത്ഥം കൈമാറുന്ന വലിയൊരു സാക്ഷ്യമാണ്. ഈ അമ്മ സാക്ഷ്യം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് 17 തവണ പുതുക്കി ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ ഉടമ്പടി പേപ്പർ സിൽവർ ഗ്രേ നിറം എത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അമ്മ സാക്ഷ്യം ആരംഭിക്കുന്നത്. തുടർന്ന് അമ്മ പറയുന്നുണ്ട്, എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാനിവിടുന്ന് പരിശുദ്ധ അമ്മയുടെ പത്രം വാങ്ങി എറണാകുളം വിനോദസഞ്ചാര ബോട്ടുകളിലും പിന്നെ നമ്മുടെ ചെറായി ബീച്ചിലും ഓട്ടോറിക്ഷക്കാർക്കും പിന്നെ ടൗണുകളിൽ നടന്ന ഓരോ കടകളിലും ഞാൻ അമ്മയുടെ പത്രം വിതരണം ചെയ്യുകയും അമ്മയെപ്പറ്റിയും കൃപാസനത്തെപ്പറ്റിയും ഞാൻ എല്ലാവരോടും ആവുന്നത്ര പറയുകയും അവരോട് വരാൻ പറയുകയും നിങ്ങൾ പോകണമെന്ന് ദയവോടെ ഞാൻ അവരോട് പ്രാർത്ഥനാപൂർവ്വം വിശ്വാസപ്രമാണം ചൊല്ലി ഇതെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. തുടർന്ന് ഈ സാക്ഷ്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ ഈ ലൈസയുടെ ഭർത്താവായ മൈക്കിൾ എന്ന അപ്പൻ സാക്ഷ്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ഈ ലൈസ എന്നൊരമ്മ ആ ദേശത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് വഴി, വലിയ പ്രേക്ഷിത കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് വഴി ആ ദേശത്തിന് മൊത്തം എൻ്റെ ഭാര്യ ഒരു അനുഗ്രഹമാണ് എന്നാണ് ഈ ഭർത്താവ് സാക്ഷ്യത്തിൽ കൂട്ടിച്ചേർക്കുന്നത്. അത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം തിരുവചനമാണ്. മനുഷ്യൻ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഈ ക്രിസ്തുവാകുന്ന വെളിച്ചം ലോകത്തിന് കൈമാറാൻ ഉടമ്പടി നിബന്ധനകളെ വിശ്വസ്താപൂർവം പാലിക്കുന്ന ഒരു വ്യക്തിക്ക് സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ഒരു സാക്ഷ്യം.
അപ്പോൾ ഈ അമ്മ സാക്ഷ്യത്തിൽ പറഞ്ഞ് ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്. 2024 ഒക്ടോബർ 21 ഞാനൊരു സ്വപ്നം കാണുകയാണ്. ഞാൻ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നു, ഒരു 4 ആളുകൾ അമ്മയുടെ ഒരു പേടകം പോലെ തോളിലേറ്റി നടന്നു വരുന്നു. ഞാൻ കണ്ണു തുറന്നു ഓടി നോക്കുന്നു. അയ്യോ, പച്ചയും നീലയും കറ്റിയ ഒരു പേടകമാണല്ലോ ഇത്. ആരാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത്? ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ പരിശുദ്ധ എൻ്റെ അമ്മ, ഹൃദയത്തിൽ ഞാൻ ഏറ്റു നടക്കുന്ന എൻ്റെ അമ്മ അതിലിരുന്ന് എന്നെ നോക്കുന്നു. ഇപ്രകാരം ഒരു സ്വപ്നം, ഒരു ദൈവിക സന്ദേശം ദൈവപിതാവ് കൈമാറിയപ്പോൾ ഈ അമ്മ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്നുണ്ട്, എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന്. ദൈവപിതാവ് ആ അർത്ഥവും ഈ അമ്മയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അർത്ഥം ഇതായിരുന്നു. എന്താണമ്മേ ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം? ജപമാല ചൊല്ലി ഞാൻ പള്ളിയിലിരുന്നും എൻ്റെ വീട്ടിലിരുന്നും പ്രാർത്ഥിച്ചു. ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്താണെന്ന്? മകളെ, ദുരന്തം വരാനിരിക്കുന്ന നിങ്ങൾക്ക് നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഒരു ദുരന്തം നിന്റെ കുടുംബത്തെ കാത്തിരിക്കുന്നുണ്ട്, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം എന്നായിരുന്നു സന്ദേശം. ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്ന ഒരു വചനം എന്ന് പറയുന്നത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 43-ാം തിരുവചനമാണ്. അതായത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാൻ എനിക്കെന്ത് യോഗ്യത? പരിശുദ്ധ അമ്മയുടെ സന്ദർശന വേളയിൽ എലിസബത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുമല്ലെങ്കിൽ എലിസബത്തിൻ്റെ ഒരു വിശ്വാസ പ്രഖ്യാപനമാണത്. ഇവിടെ നമ്മൾ ഈ സാക്ഷ്യത്തിൽ കേൾക്കുന്നുണ്ട്. അതായത്, ദൈവപിതാവ് ഒരു സന്ദേശം കൈമാറുമ്പോൾ പൂർണ്ണമായി ആ സന്ദേശത്തോട് പ്രത്യുത്തരിക്കുന്ന ഒരു അമ്മയെ. കാരണം തീക്ഷ്ണമായിട്ടാണ് ഈ ഒരു സ്വപ്നത്തിൻ്റെ അർത്ഥം അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതിന് ഉത്തരവും കിട്ടുന്നുണ്ട്. ഹെബ്രായർ 4:2 തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവർ അത് വിശ്വസിച്ചില്ല. വചനം എപ്പോഴും വിശ്വസിക്കുമ്പോഴാണ് അതിൻ്റെ പ്രയോജനം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. ഈ അമ്മ പൂർണ്ണമായി ഈ സന്ദേശത്തെ വിശ്വസിച്ചു. കാരണം ദൈവമാതാവ് പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകത്തെ സൂചിപ്പിക്കുന്ന ദൈവമാതാവിൻ്റെ തനി സാന്നിധ്യമായിട്ടാണ് ഈ ഒരു സന്ദേശം മരിയൻ ഉടമ്പടിയെടുത്ത ഈ ഭവനത്തിലേക്ക് കൈമാറ്റപ്പെടുന്നത്. അപ്പോൾ ഈ അമ്മ ഇത് സ്വീകരിക്കുമ്പോൾ ആ വചനം, ആ സന്ദേശം പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, കർത്താവ് നിന്നോട് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പരിശുദ്ധ ദൈവമാതാവിനെ എന്തുകൊണ്ടാണ് ഭാഗ്യവതി എന്ന് വിളിക്കുന്നത്? മറിയം വചനം കേട്ട മാത്രയിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ലെങ്കിൽ കൂടിയും ദൈവപിതാവിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായ സമ്മതം മൂളി. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനം, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് അത് എന്നിൽ നിറവേറട്ടെ. ഈ വചനത്തോട് പൂർണ്ണമായ സമ്മതം, സമർപ്പണം ചെയ്യുന്നൊരു വ്യക്തിയുടെ ജീവിതത്തിലാണ് ശക്തനായവൻ്റെ വലിയ കാര്യങ്ങൾ നടപ്പിൽ വരുന്നത്. അതിനൊരു സാക്ഷ്യം കൂടിയാണ് ഈ അമ്മയുടെ ഒരു സാക്ഷ്യം. നമ്മുടെ ജീവിതത്തിലും മരിയൻ ഉടമ്പടി യാത്രയിൽ ബാലാമിൻ്റെ കഴുതയെ പോലെ ഒരുപാട് യാത്രകൾ ദൈവപിതാവ് ഇടപെട്ട് നമ്മുടെ മുടക്കാറുണ്ട്. അത് വലിയ വലിയ തിന്മകളിലേക്ക് നമ്മളെ കൂപ്പുകുത്താതിരിക്കാനും കൃപ നഷ്ടപ്പെടാതിരിക്കാനുമുള്ള ദൈവപിതാവിൻ്റെ വലിയൊരു പദ്ധതികളാണ്. ഇത്തരത്തിൽ സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ പൂർണ്ണമായി ദൈവിക സന്ദേശത്തോട് ആമേൻ പറയുവാൻ, ആ വചനത്തിന് അനുസരിച്ച് അടുത്ത സ്റ്റെപ്പ് ക്രമീകരിക്കുവാൻ മരിയൻ ഉടമ്പടിയിൽ ഇരിക്കുന്നവർക്ക് സാധിക്കണം. ഈ അമ്മ ചെയ്തത് ഇപ്രകാരമാണ്. ഒക്ടോബർ 21 ഇങ്ങനെ ഒരു സന്ദേശം കിട്ടി. ഈ അമ്മയുടെ മനസ്സിൽ ഈ വിഷയമുണ്ട്. ഒക്ടോബർ 22-ാം തീയതിയാണ് കുടുംബത്തിലൊരു ബന്ധുവിൻ്റെ പിറന്നാളുമായിട്ടുള്ള ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് പുറത്തു പോകേണ്ടി വരുന്നു വൈകുന്നേരം. അപ്പോൾ ഈ അമ്മ പറയുന്നുണ്ട്, ഈ ആഘോഷത്തിൽ, ബർത്ത്ഡേ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വൈകുന്നേര സമയത്ത് അവിടെ ചെന്നപ്പോഴും രാത്രി ആയപ്പോഴും ഒക്കെ ഞാനും എൻ്റെ മോൻ്റെ കുഞ്ഞുമോളും, ഇത് മോൻ്റെ മകളാണ് കാൽവിന ഷൈബിൻ, ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് അവിടെ നിന്ന് ജപമാല ചൊല്ലി പച്ചത്തിരി കത്തിച്ച് വൈകുന്നേരം 7 മണിക്ക് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഇനി നമ്മൾക്ക് പോകാം, എൻ്റെ പ്രാർത്ഥന പൂർത്തിയായി. കാരണം അമ്മ പറഞ്ഞിട്ടുണ്ട്, ഒരു ദുരന്തം നിങ്ങളുടെ കുടുംബത്തെ കാത്തിരിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഈ അമ്മ മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അന്ന്
ഈ ലൈസയുടെ ഭർത്താവ് മൈക്കിൾ ഈ ബർത്ത്ഡേ പാർട്ടിക്ക് ഇറങ്ങാൻ വേണ്ടി ധൃതി കൂട്ടുമ്പോൾ ഈ അമ്മ പറയുന്നുണ്ട്, ചേട്ടാ, ഞാൻ ഉടമ്പടി പ്രാർത്ഥനയും പരിശുദ്ധ ജപമാലയും ചൊല്ലാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുകയില്ല. അത് ഒരു ശക്തമായ സ്വരത്തിലാണ് ഈ അമ്മ പറയുന്നത്. അപ്പോൾ ഈ അപ്പം പറയുന്നുണ്ട്, മൈക്കിൾ എന്ന അപ്പം പറയുന്നുണ്ട്, ഒരു ദിവസമല്ലേ, അത് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, മാതാവ് സന്ദേശം കൈമാറിയതാണ്, ഞാൻ മരിയൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം മാത്രമേ ഉള്ളൂ ഈ ഭവനം വിട്ട് ഇറങ്ങുകയുള്ളൂ. അപ്പോൾ ഈ അമ്മയുടെ കൂടെ തന്നെ മകൻ്റെ മകളും ഈ ബർത്ത്ഡേ ഫംഗ്ഷന് വരുന്നുണ്ട്. ഈ മകളും ഈ അമ്മയുടെ കൂടെ കൂടി മരിയൻ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ കാണാതെ പഠിച്ചിരിക്കുന്ന ഒരു കുഞ്ഞാണ്. ആ മകളും കൂടെ കൂടി ഈ ഉടമ്പടി പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട്. തുടർന്ന് നമ്മൾ ഈ സാക്ഷ്യത്തിൽ കേൾക്കുന്നത് ഇപ്രകാരമാണ്. ബർത്ത്ഡേ ഫംഗ്ഷനും പാർട്ടിയും എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ഒരു ബൈക്ക് അപകടം ഉണ്ടാവുകയാണ്. ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിൽ എതിരെ വന്ന ഒരു യുവാവ് സഞ്ചരിച്ച ബൈക്ക് ഒരു 120 കിലോമീറ്ററോളം സ്പീഡിൽ വന്ന് ഇവരുടെ വാഹനത്തിൽ തട്ടുന്നു. ഇവർ 3 പേരും മറിഞ്ഞു വീഴുന്നു. ഈ ലൈല എന്ന അമ്മയ്ക്ക് യാതൊരു പരിക്കും, ഒരു പോറൽ, ഒരു തൊലി പോലും പോയില്ലെന്ന് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. ഈ മകളും മറിഞ്ഞ് ബൈക്കിൻ്റെ അടിയിലോട്ടാണ് വീഴുന്നത്. ഈ അമ്മ സാക്ഷ്യത്തിൽ പറയുന്ന പ്രകാരം, എൻ്റെ മോളെ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ ഇവള് വെള്ള ഉടുപ്പും ലോങ് ഉടുപ്പാണ് ഇട്ടിരുന്നത്. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ? കൊച്ച് ടയറിൻ്റെ അടിയിൽ നിന്നും മാലാഖ പെറ്റിച്ച് പൊക്കിയെടുക്കുന്നത് മാറി കുഞ്ഞിനെ എണീറ്റിപ്പിക്കുന്നു. ഈ അപ്പന് ഒരു പൊട്ടലും ഉണ്ടാവുകയാണ്. അപ്പൻ്റെ ഈ വലത് തുടയുടെ അസ്ഥി, വലത് കാലിൻ്റെ അസ്ഥി ഒടിയുകയാണ്. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ്. ഓപ്പറേഷൻ വേണ്ടി വരുന്നു. ഡോക്ടേഴ്സ് പറയുന്നത് 6 മാസമെങ്കിലും നടക്കാൻ സമയമെടുക്കും, ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. പക്ഷേ 15 ദിവസത്തിനുള്ളിൽ ആ റിക്കവറി സാധ്യമാകുന്നു. 1 മാസത്തിനുള്ളിൽ സമയച്ചുരുക്കത്തിൽ ഈ അപ്പൻ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ അമ്മ വേറൊരു കാര്യവും കൂടി ഈ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. ഇപ്രകാരം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയതുവഴി പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള ഒരു അസുഖം ഈ അപ്പനെ കണ്ടുപിടിക്കുവാനും അതും കൂടി ട്രീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഇതിലൂടെ സാധ്യമായി. അതും ദൈവത്തിൻ്റെ ഒരു കരുതലായി കാണുന്നു എന്നാണ് അമ്മ സാക്ഷ്യത്തിൽ കൂട്ടിച്ചേർക്കുന്നത്. ഈ ഒരു വലിയ സംഭവം ഞാൻ കേട്ടപ്പോൾ ഒരു 1-2 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം ഞാൻ ഓർത്തുപോയി. ഞാൻ തിയോളജി അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സാധാരണ വ്യാഴവും ഞായറും ഹോളിഡേയ്സ് ആയതുകൊണ്ട് ബുധനാഴ്ചകളിൽ ഞാൻ കൃപാസനത്തിലോട്ട് പോരും. പിന്നെ ബുധനാഴ്ച വന്നു കഴിഞ്ഞാൽ പിന്നെ ശനിയാഴ്ചയും ഞാൻ കൃപാസനത്തിലോട്ട് പോരും. അപ്പോൾ ഞാൻ തിരിച്ചു പോകാൻ നേരത്ത് സാധാരണ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ടാണ് ഞാൻ തിരിച്ച് ഈ തിയോളജി പഠനം താമസിച്ച് പഠിക്കുന്ന സ്ഥലത്തേക്ക് കളമശ്ശേരിയിലോട്ട് പോകുന്നത്. ഒരു ദിവസം ഇന്നേ വരെ ഈ 3 വർഷം തിയോളജി പഠന കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും പറയാത്തൊരു കാര്യം ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഒരു ദിവസം എനിക്കൊരു ആശീർവാദം തന്നപ്പോൾ തിരിച്ച് കളമശ്ശേരിയിലോട്ട് പോകാൻ വേണ്ടി, അത് 3-ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു. അത് ഇങ്ങനെയായിരുന്നു, ജോമോള് ഇന്ന് ബസ് ഇറങ്ങുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അതൊരു പ്രവചനമായിരുന്നു. ഒരു ദുരന്തം എന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറഞ്ഞതാണ്. ഞാനപ്പോൾ കളമശ്ശേരി പ്രീമിയറിലാണ് എനിക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ ഈ ഒരു ശബ്ദം, ജോമോള് ബസ് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം, ഇത് ശബ്ദം എൻ്റെ ചെവികളിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ സൂപ്പർ ഫാസ്റ്റ് ബസ് നിങ്ങൾക്കറിയാം, ബെല്ലടിക്കുന്നു, നമ്മൾ ചാടി ഇറങ്ങുന്നു, അപ്പോൾ കണ്ടക്ടർ തിരിച്ച് ബെല്ലടിക്കുന്നു, വണ്ടി വിട്ടു പോകുന്നു. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നടക്കുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ മാത്രമേ ഉള്ളൂ സാധാരണ മിക്കപ്പോഴും അവിടെ ഇറങ്ങാറുള്ളൂ ആ സ്റ്റോപ്പിൽ. അപ്പോൾ ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് ഈ വണ്ടി വിട്ടു പോകുന്നത്. അന്ന് ഇങ്ങനൊരു സന്ദേശം ബഹുമാനപ്പെട്ട അച്ഛൻ കൈമാറിയതുകൊണ്ട് ഞാൻ ബെല്ലടിച്ചിട്ടും ഇറങ്ങിയില്ല. ഞാനൊരു 2-3 സെക്കൻഡ് ഈ അച്ഛൻ പറഞ്ഞതിനെപ്പറ്റി തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സംഭവിച്ചത് നിങ്ങൾ ആരും വിശ്വസിക്കാത്തൊരു സംഭവമാണ് ആ സമയം നടന്നത്. ഞാൻ നോക്കുമ്പോൾ ഇറങ്ങുന്ന സ്ഥലം നിങ്ങൾക്കറിയാം, ലെഫ്റ്റ് സൈഡിലാണല്ലോ നമ്മൾ ബസ് നിർത്തുമ്പോൾ ഇറങ്ങുന്നത്. ഒരിക്കലും ഈ ഒരു സ്റ്റോപ്പിനോട് ചേർന്ന് ഒരു ബസ് നിർത്തുമ്പോൾ ഒരു ബൈക്കോ ഒരു വാഹനവും സാധാരണ അതിൻ്റെ ഇടയിൽ കൂടി വരില്ല. അന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ സന്ദേശം കൈമാറിയ അന്ന് ഒരു സ്പീഡിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഒരു ബൈക്ക് ചീറിപ്പാഞ്ഞ ആ സമയത്ത് പാസ് ചെയ്തു. ഞാൻ ആ ബെല്ല് കണ്ടക്ടർ അടിച്ച മാത്രയിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ഈ ബൈക്ക് എന്നെ വന്ന് ഇടിച്ച് തെറിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഇങ്ങനെ ഒരു സന്ദേശം കൈമാറിയത് കൊണ്ട് ഞാനൊന്ന് വെയിറ്റ് ചെയ്തു. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു സംഭവമാണത്. വലിയൊരു ദുരന്തത്തിൽ നിന്ന് മാതാവ് എന്നെ കൈവെള്ളയിൽ സംരക്ഷിച്ച ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനിലൂടെ കൃപാസനത്തിൽ നടന്ന മരിയൻ പ്രത്യക്ഷീകരണം കൈമാറുന്ന ആ വലിയൊരു സന്ദേശം,
ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. അതെ, നമ്മൾ മരിയൻ ഉടമ്പടിയിലായിരിക്കുമ്പോൾ വലിയ വലിയ ദുരന്ത മുഖങ്ങളെ ആ സന്ദേശം മാതാവ് നമുക്ക് മുൻകൂട്ടി തരും. അപ്പോൾ ഈ ഒരു സന്ദേശത്തോടെ നമ്മളെങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അടയാളങ്ങൾ സംഭവിക്കുന്നതിലേക്ക് ഈ വ്യക്തിയെ തുറന്നിടുന്നത്. ഞാൻ ആ ഒരു സന്ദേശം ബഹുമാനപ്പെട്ട അച്ഛൻ ഒരിക്കലും പറയാത്തൊരു കാര്യം പറഞ്ഞപ്പോൾ ആ ബസ് യാത്രയിൽ ഉടനീളം എൻ്റെ മനസ്സിൽ, പ്രാർത്ഥനയിൽ തന്നെയാണ് ഞാൻ ബസ്സിൽ സാധാരണ ഒന്നുകിൽ സാക്ഷ്യങ്ങൾ കേട്ട് തമ്പ് കൊടുക്കും, അല്ലെങ്കിൽ ജപമാല ചൊല്ലും. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ബസ്സിൽ സാധാരണ ചെയ്യാറ്, ബസ് യാത്രയിൽ ചെയ്യാറുള്ളത്. അപ്പോൾ അന്നും ഇതേപോലെ പ്രാർത്ഥനയിലായിരുന്നു. അപ്പോൾ ദൈവപിതാവ് എന്നെ ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിച്ച ഒരു വലിയ സാക്ഷ്യമാണ്. അപ്പോൾ ഈ ഒരു അമ്മയുടെ വലിയ സംരക്ഷണ സാക്ഷ്യം കേട്ടപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സാക്ഷ്യങ്ങളുണ്ടാവും. പരിശുദ്ധ ദൈവപിതാവിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ വലിയൊരു സംരക്ഷണം. മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ തീക്ഷ്ണതയോടെ ദൈവസ്നേഹത്തോടെ ഓരോരോ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോഴും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴെല്ലാം ദൈവപിതാവിൻ്റെ, ഈശോയുടെ, പരിശുദ്ധാത്മാവിൻ്റെ, ത്രിത്വൈക ദൈവത്തിൻ്റെ ഒരു കൂടെ വസിപ്പാണ് ഒരു വ്യക്തിക്ക് അനുഭവേദ്യമാകുന്നത്. അതാണ് ഈ സ്വപ്നങ്ങളിലൂടെയും സന്ദേശങ്ങളിലൂടെയൊക്കെ ദൈവപിതാവ് നമ്മളോട് സംസാരിക്കുന്നതിലൂടെ പ്രകടമാകുന്നത്. ഈ ഒരു സാക്ഷ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഏറെ പ്രത്യേകമായിട്ട് നാളിതുവരെ മരിയൻ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവനെ സംരക്ഷിച്ച, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് സംഭവിക്കാമായിരുന്ന പല അപകടങ്ങളെ, പ്രശ്നങ്ങളെയെല്ലാം ദൈവപിതാവ് വളരെ കരുതലോടുകൂടിയിട്ടാണ് നാളിതുവരെ നമ്മളെ സംരക്ഷിച്ചു പോകുന്നത്. ആ ഒരു വലിയ സ്നേഹത്തിന്, പിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ഇനിയും പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് വചനം കേൾക്കുമ്പോൾ അതിന് തൽക്ഷണം തന്നെ ആമേൻ പറയുവാനുള്ള ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത് ഒരുപക്ഷെ കുരിശു വചനങ്ങളാകാം, സഹനങ്ങളാകാം, പക്ഷെ അതെല്ലാം ഈശോയുടെ നാമത്തെ പ്രതി ഏറ്റെടുക്കുവാനുള്ള വലിയ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. ഈശോയെ, നീ സാക്ഷ്യത്തിലൂടെ ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു, വചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുകയായിരുന്നു. പരിശുദ്ധ ദൈവമാതാവിനെ പോലെ വചനം സ്വീകരിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുവാൻ, ക്രിസ്തു സാക്ഷികളായി ജീവിക്കുവാൻ, ക്രിസ്തു വെളിച്ചം മറ്റുള്ളവരിലേക്ക് കൈമാറുവാൻ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നതിലൂടെ പ്രത്യേകമായിട്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എനിക്ക് സാക്ഷ്യം ലഭിക്കാനായിട്ട് നൽകിയ അനുഗ്രഹത്തിനായി ഈശോയോടും ദൈവമാതാവിനോടും ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ബോബ്സി പോൾസൺ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ചെമ്മണ്ണൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ 3ാമത്തെ ഉടമ്പടിയാണ്. ആദ്യത്തെ 2 ഉടമ്പടിയിലൂടെ എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് നൽകി. പക്ഷേ അതിനൊന്നും തന്നെ സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് വലിയ മടിയായിരുന്നു. ഞാനിവിടെ ഒരുപാട് പ്രാവശ്യം വന്ന് പ്രാർത്ഥിച്ച് കടന്നുപോയി. അതുപോലെ തന്നെ ജപമാല റാലിയിലെല്ലാം പങ്കെടുത്തു. പക്ഷേ എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്താണ് യാഥാർത്ഥ്യം? ഞാനൊരു പാപി ആയതുകൊണ്ട് ഇത്രയും വിശുദ്ധമായൊരു അൾത്താരയിൽ ഞാൻ നിന്ന് എങ്ങനെ സാക്ഷ്യം നൽകുമെന്നതായിരുന്നു എൻ്റെ ചിന്ത. അങ്ങനെയിരിക്കെ എൻ്റെ ജീവിത പങ്കാളി പോൾസൺ സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. 4 വർഷമായി അദ്ദേഹത്തിന് കിഡ്നി ഡിസീസ് ഉണ്ട്. പലപ്പോഴും പല സന്ദർഭങ്ങളിലും അസുഖം വരുമ്പോഴെല്ലാം നാട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തിരിച്ച് സൗദിയിലേക്ക് കടന്നു പോവുകയാണ് പതിവ്. അങ്ങനെ സന്തോഷത്തോടു കൂടി സൗദിയിലേക്ക് കടന്നുപോയ ആൾ 1 മാസം കഴിഞ്ഞപ്പോൾ ജൂലൈ 12-ാം തീയതി അവശ നിലയിലായിട്ടാണ് നാട്ടിലേക്ക് കടന്നു വന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ക്രിയാറ്റിൻ കൂടുതലാണ്, എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, മരുന്ന് കഴിക്കുക, മുന്നേറുക. ഞാനൊരു അധ്യാപികയാണ്. അപ്പോൾ വീട്ടിൽ തനിച്ച് ഇരുത്തി പോകാനുള്ള ബുദ്ധിമുട്ടും, എനിക്ക് ജോലി സ്ഥലത്ത് സമാധാനമില്ല. ഞങ്ങൾക്കാണെങ്കിൽ നാട്ടിലൊരു ഷോപ്പുണ്ട്, അവിടെ മകന് വർക്ക് ചെയ്യണം. അപ്പോൾ മകനെ വീട്ടിലിരുത്തിയിട്ടാണ് ഞാൻ എൻ്റെ ജോലി മേഖലയിലേക്ക് കടന്നു പോയിരുന്നത്. അങ്ങനെ ശ്വാസതടസ്സവും ഛർദിയും ഉറക്കമില്ലായ്മ ഇതൊക്കെ കൂടി വന്നു, നടക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ഇരുന്ന സന്ദർഭത്തിലാണ് ഞാൻ ഓഗസ്റ്റ് 2-ാം തീയതി വീണ്ടും ഈ കൃപാസനത്തിലേക്ക് കടന്നു വന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ ഞാൻ 6 നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. പ്രത്യേകമായി എൻ്റെ ജീവിത പങ്കാളിക്ക് പൂർണ്ണമായി സൗഖ്യം നൽകി നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണേ എന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ നിന്ന് കടന്നുപോയത്. ഒപ്പം തന്നെ ഞാനൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഓഗസ്റ്റ് 8-ാം തീയതി ആകുമ്പോൾ എന്തു തന്നെയായാലും ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു തിരിച്ചറിവ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് മാതാവ് വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിച്ചു.
അങ്ങനെ ഓഗസ്റ്റ് 7-ാം തീയതി ഞങ്ങൾ വീണ്ടും ഡോക്ടറെ കാണാനായിട്ട് കടന്നുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് അഡ്മിറ്റ് ആവാം. അഡ്മിറ്റായി ഡോക്ടർ വീണ്ടും ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു 8-ാം തീയതി തൊട്ട് നമുക്ക് ഡയാലിസിസ് തുടങ്ങാം. അങ്ങനെ 8-ാം തീയതി ഡയാലിസിസ് തുടങ്ങി. അപ്പോൾ അതിനോടൊപ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ അദ്ദേഹം അതിന് തയ്യാറായില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇനി ഇങ്ങനെ ജീവിച്ചാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷേ ഒരുപാട് പേര് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു അല്ല നമുക്കിത് ചെയ്യണം, പ്രാർത്ഥിച്ചു ഒരുങ്ങി നമുക്കിതിന് മുന്നേറണം എന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സൊക്കെ മാറ്റി കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് കടക്കാമെന്ന തീരുമാനത്തിലായി. അങ്ങനെ ഡയാലിസിസ് നടന്നു പോകുന്നു. വീട്ടിൽ മകനെ ഇരുത്തി ഞാൻ ജോലിക്ക് പോകും. അധികം ലീവൊന്നും എടുക്കേണ്ടതായിട്ട് എനിക്ക് വന്നിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ഇതിൻ്റെ വർക്കപ്പിനായിട്ട് ഞങ്ങൾ സെപ്റ്റംബർ 9-ാം തീയതി ഞങ്ങൾ മെഡിക്കൽ ട്രസ്റ്റിൽ പോയി അഡ്മിറ്റ് ആവുകയാണ്. അങ്ങനെ അഡ്മിറ്റായി ഒരുവിധം എല്ലാ ടെസ്റ്റുകളും നടത്തേണ്ടിയിരുന്നു. 75% ടെസ്റ്റുകളും വന്നു. റിസൾട്ട് ഓക്കെയാണ്. 25 വർഷമായി ഷുഗർ ഉള്ളതുകൊണ്ട് ഡോക്ടർ ഹെറിഡിറ്ററി ആയിട്ട് ഹാർട്ട് അറ്റാക്ക് വീട്ടിലുള്ളത് കൊണ്ടും ഡോക്ടർ പറഞ്ഞു നമുക്ക് ആൻജിയോഗ്രാം ചെയ്ത് ക്ലിയർ ആക്കിയാലാണ് സർജറിക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന്. അങ്ങനെ അദ്ദേഹം ആൻജിയോഗ്രാമിനായിട്ട് സെപ്റ്റംബർ 13-ാം തീയതി ആൻജിയോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡോക്ടർ എന്നെ വിളിച്ച് കുറച്ച് ക്രിട്ടിക്കലാണ്, നല്ല ബ്ലോക്ക് ഉണ്ട്, നമുക്കിത് എന്തെങ്കിലും ചെയ്യണം, ഒന്നുപോലെ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് സ്റ്റണ്ട് ഇടണം, അല്ലെങ്കിൽ അടുത്ത തീരുമാനം എന്താണെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞു. വിട്ടു. അപ്പോൾ ഹസ്ബൻഡ് അതിന് തയ്യാറായില്ല. ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് നേരിട്ട് തന്നെ കാണണം. അങ്ങനെ അദ്ദേഹത്തെ നേരെ OP-യിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ഡോക്ടർ നേരിട്ട് തന്നെ എല്ലാം ക്ലിയറായി കാണിച്ചു കൊടുത്തു. ജംഗ്ഷനിൽ നല്ലൊരു ബ്ലോക്ക് ഉണ്ട്, നമുക്കത് ബൈപ്പാസ് തന്നെ വേണം, അല്ലാതെ ഒരു നിവൃത്തിയും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന സന്ദർഭത്തിൽ ഞങ്ങളാകെ തളർന്നു പോയി. എൻ്റെ മകളാണെങ്കിൽ കാനഡയിലാണ് വർക്ക് ചെയ്യുന്നത്. അവൾ അവിടെ ഡാഡിക്ക് വേണ്ടി ഓൺലൈൻ ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഈ സംഭവം മകനോടും മകളോടും അതുപോലെ തന്നെ എൻ്റെ ജോലി മേഖലയിൽ ഇനി ഒരുപാട് ലീവ് എടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടായിരിക്കും അവിടെയും ഹസ്ബൻഡിൻ്റെ ജോലി സ്ഥലത്ത് മാത്രമാണ് പറഞ്ഞത്. അതിനുശേഷം ആരോടും പറഞ്ഞില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കോളുകളാണ് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാനുള്ള സ്വസ്ഥത ഉണ്ടാകില്ല എന്ന് എനിക്കറിയാം. ഞങ്ങൾ ഒരുപാട് നേരം പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ജീവിത പങ്കാളിയോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ ബൈപ്പാസ് സർജറി ഇന്ന് പൂർണ്ണമായി സൗഖ്യം കിട്ടുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പൂർണ്ണമായി സൗഖ്യം കിട്ടും, പക്ഷേ എനിക്ക് ഈ ബൈപ്പാസ് സർജറി താങ്ങാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് എനിക്ക് ദൈവം ഇത് തന്നിരിക്കുന്നത്. അപ്പോൾ നീ പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ ഈ സർജറി കഴിഞ്ഞ് ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കാനാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഞാൻ ദൈവവുമായിട്ടാണ് ഉടമ്പടി വെച്ചിരിക്കുന്നത്. ഞാൻ വിശ്വസ്തയോടെ വിശ്വാസത്തോടെ വിശുദ്ധിയോട് കൂടിയിട്ടാണ് ഈ ഉടമ്പടി ചെയ്യുന്നത് എന്ന് ദൈവത്തിന് മാതാവിന് വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായി സൗഖ്യം ലഭിക്കുമെന്ന് ഞാൻ ജീവിത പങ്കാളിയോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്ന മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും ജീവിത പങ്കാളിക്ക് നൽകുകയും ഈശോയുടെ തിരുരക്തത്താൽ എൻ്റെ ജീവിത പങ്കാളിയെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിൻ്റെ ലോക്കറ്റ് നെഞ്ചിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ സമയത്താണ് മകൾ വിളിച്ച് പറഞ്ഞു ഞാൻ എന്നും ഡെയിലി ബ്രെഡ് കണ്ടു കഴിയുമ്പോൾ എനിക്കൊരു സാക്ഷ്യം കയറി വരുന്നുണ്ടമ്മ. ബൈപ്പാസ് കഴിഞ്ഞ UK-യിൽ നിന്ന് വന്ന രമ്യ സതീഷ് കുമാറിൻ്റെ ബൈപ്പാസ് സർജറി മാറിപ്പോയ ഒരു സാക്ഷ്യം, അത് നിങ്ങൾ കേൾക്കണം, ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും അതിരുന്ന് പ്രാർത്ഥിച്ചു. വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങൾക്കും ഇതുപോലെ സൗഖ്യം നൽകണേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞു നമുക്കൊരു ടെസ്റ്റ് കൂടിയുണ്ട്, സ്ട്രെസ് താലിയം എന്നാണ് ആ ടെസ്റ്റിൻ്റെ പേര്. ആ ടെസ്റ്റ് ചെയ്യാനായിട്ട് നാളെ നിങ്ങൾ കടന്നു പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി, പ്രത്യേകമായി ഒരുപാട് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ സ്ട്രെസ് താലിയത്തിനായി കടന്നുപോയി. 2 മണിക്കൂറോളം ടെസ്റ്റ് നീണ്ടു നിന്നു. അതിൻ്റെ റിസൾട്ട് ഡോക്ടർക്ക് അവർ അയച്ചു കൊടുത്തു. ഡോക്ടർ പറഞ്ഞു റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു, സ്ട്രെസ് താലിയം റിപ്പീറ്റ് ചെയ്യൂ. അങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അതിൻ്റെ റിസൾട്ട് പിറ്റേ ദിവസം ഡോക്ടർ വന്നപ്പോൾ തലേദിവസം വരെ ബൈപ്പാസ് സർജറിയിൽ ഉറച്ചു നിന്ന ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല, നിങ്ങളുടെ ബ്ലോക്ക് മാറിപ്പോയിരിക്കുന്നു, ഒന്നും തന്നെ ഈ റിസൾട്ടിൽ കാണാനില്ല. ഉടനടി പരിഹാരം നിന്ന അമ്മയ്ക്ക് ഉടനടി വന്ന് സാക്ഷി പറയണമെന്ന എൻ്റെ അതിയായ ആഗ്രഹത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും കൊണ്ട് ഇവിടെ വന്ന്, ഹസ്ബൻഡ് ഡയാലിസിസ് ഇന്നലെ ചെയ്തുകൊണ്ട് ചെറിയ ക്ഷീണമുള്ളത് കൊണ്ട് അവിടെ ഇരിക്കുകയാണ്, അധികം നേരം നിൽക്കാനായിട്ട് സാധിക്കില്ല. ഇന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ഇനിയും പൂർണ്ണ സൗഖ്യം മാതാവിലൂടെ ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ജീവിതകാലം അത്രയും ഈ ഉടമ്പടിയിൽ വിശ്വാസത്തോടെ വിശുദ്ധിയോടുകൂടി വിശ്വസ്തയോടെ മാതാവിൻ്റെ കൂടെ ഒരു തീർത്ഥയാത്ര പോലെ കുരിശിനോട് ചേർന്ന് കൊണ്ട് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ 3 ഉടമ്പടിയിലൂടെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഞാൻ കേട്ടിരുന്നു ട്രാക്ക് മാറിപ്പോകുന്നവരുടെ ട്രാക്ക് നേരെയാക്കുന്ന
ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക വിശുദ്ധമായ ഒരു ഉടമ്പടിയാണിതെന്ന് അത് എന്നെ സംബന്ധിച്ച് സത്യമാണ്. കോവിഡ് കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു തിക്തമായ അനുഭവത്തിൽ നിന്ന് ഞാൻ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നു പോയിരുന്നു. പിതാവ് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് കോവിഡ് കാലത്ത് മരിച്ചു പോയപ്പോൾ ഒന്ന് തൊട്ടരികിലുണ്ടായിരുന്നിട്ട് പോലും എനിക്കൊന്ന് കാണാനോ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനോ ഒന്നും എനിക്ക് സാധിച്ചില്ല. ഒരുപിടി ഭസ്മമായിട്ടാണ് സെമിത്തേരിയിൽ കൊണ്ടുപോയി വെച്ചത്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു വിഷമമുണ്ടാക്കിയ സംഗതി. അതോടുകൂടി ഞാൻ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരുന്നു. കുമ്പസാരിക്കാനോ കുർബാന കാണാനോ ബൈബിൾ വായിക്കാനോ എനിക്ക് താല്പര്യം തോന്നിയിരുന്നില്ല. 3 വർഷത്തോളമായി ഞാൻ ബൈബിൾ വായിച്ചിട്ടെന്ന് വേണമെങ്കിൽ പറയാം. കുടുംബ പ്രാർത്ഥന ചെല്ലുമായിരുന്നു. പക്ഷെ മകനാണ് ബൈബിൾ വായിക്കേണ്ട ഉത്തരവാദിത്തം. അവനാണ് ബൈബിൾ വായിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലേക്കാണ് ഈ ഉടമ്പടിയിലേക്ക് ഞാൻ കടന്നു വരുന്നത്. ഈ ഉടമ്പടി എന്നെ വിശുദ്ധിയിലേക്ക് നയിക്കാനായിട്ടായിട്ട് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങളിവിടെ നിന്ന് കിട്ടുന്ന കൃപാസന പത്രം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ടാണ് എല്ലായിടത്തും കൊണ്ടുപോയി കൊടുത്തിരുന്നത്. പ്രാർത്ഥിച്ചിട്ടാണ് കൊടുത്തിരുന്നത്. ചിലരത് വാങ്ങില്ല, ചിലർ വാങ്ങും. പിന്നെ ഡയാലിസിസിനായി കടന്നു പോകുമ്പോൾ അവിടെയെല്ലാം ഞങ്ങൾ കൃപാസന പത്രം കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഓർഫനേജുകൾ ഞങ്ങൾ വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ ഒരുപാട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്ന ആളാണ് അദ്ദേഹം. ഞങ്ങൾ ഒരുപാട് ഓർഫനേജുകൾ പലപ്പോഴും സന്ദർശിക്കാറുണ്ട്. മക്കളുടെ കൂടെ പോയിട്ടാണ് പലപ്പോഴും സന്ദർശിക്കാറുള്ളത്. അങ്ങനെ അവർക്ക് വേണ്ട സഹായങ്ങൾ ആര് വന്ന് സഹായം ചോദിച്ചില്ലെങ്കിലും കൊടുക്കുന്ന ഒരു പ്രകൃതമാണ് അദ്ദേഹത്തിൻ്റേത്. അങ്ങനെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഇനിയും മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഒരുപാടുണ്ടാകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഇനിയും വലിയൊരു സൗഖ്യം ലഭിച്ച് ഇവിടെ വന്ന് വീണ്ടും സാക്ഷ്യം പറയുന്നതാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ ഞാൻ എൻ്റെ അനുഭവങ്ങൾ കേട്ടിട്ട് ഞാനൊരു ഹിന്ദു മാനേജ്മെൻറ്റ് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെയുള്ള ഒരുപാട് അധ്യാപകർ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അവർക്ക് എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങളാണ് മാതാവ് നൽകിയത്. 10 വർഷമായി മക്കളില്ലാത്തവർക്കും അതുപോലെ തന്നെ CMA പോലുള്ള വലിയ എക്സാം എഴുതുന്ന മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകി മാതാവ് അവരെയൊക്കെ അനുഗ്രഹിച്ചിട്ടുണ്ട്. എല്ലാവരും മാതാവിനോട് ഒരുപാട് നന്ദി പറയാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും എന്നും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ ഒരുപാട് ആഗ്രഹമാണ് എല്ലാവർക്കും. മാതാവ് എൻ്റെ ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒരുപാട്